ധന്യനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിന്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ ദൂരത്തും ചാരത്തുമായി ഈ ഉച്ചഭാഷണയിലൂടെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സുവിശേഷ സ്നേഹികൾക്ക് ഏവർക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവുമായി ഈ പ്രാവശ്യവും കല്യാണമുഖിൽ നടക്കുന്ന കൺവെൻഷനിൽ കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കിയ വിലപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിളംബരത്തിന് ദൈവവചനത്തിലുള്ള ഒരു പ്രഘോഷണത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ ദീർഘവർഷങ്ങളുടെ മറക്കാൻ കഴിയാത്ത ആത്മബന്ധത്തോടെ ഏറെ ഇഴയെടുപ്പമുള്ള സ്നേഹബന്ധത്തോടെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ ജോസ്യാൻ കുടുംബം, കർത്തൃവേലയിൽ ഈ പ്രവർത്തനത്തിന്റെ പുറകിൽ നിന്ന് ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന തന്റെ ദാസന്റെ സുവിശേഷ ദർശനവും ആത്മീയ കാഴ്ചപ്പാടും ഓർത്ത് ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ പ്രതലത്തിൽ സുവിശേഷത്തിന്റെ തെളിഞ്ഞ ശബ്ദം മുഴങ്ങത്തക്ക നിലയിൽ ദൈവം തന്റെ ദാസന്റെ കരങ്ങൾക്ക് കരുത്തു പകർന്ന് യാതൊരുവിധ സംഘടനകളുടെയും സാമ്പത്തിക സഹായങ്ങളോ മറ്റ് ക്രമീകരണങ്ങളോ ഒന്നും കൂടാതെ പ്രതിഫലത്തിന്മേൽ മാത്രം നോട്ടം വെച്ചുകൊണ്ട് തന്റെ ദാസൻ ചെയ്ത ഈ ആത്മാർത്ഥമായ സേവനങ്ങൾ നിത്യത ഒരിക്കലും വിസ്മരിക്കയില്ല. നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു, ഈ യോഗങ്ങളുടെ പുറകിൽ വിടുവിക്കപ്പെട്ട ആത്മാക്കൾ നിത്യതയിൽ പ്രതിഫലത്തിനായി എഴുന്നേറ്റ് വരുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇത്തരം യോഗങ്ങൾ നടക്കുമ്പോൾ അത്ര പ്രസക്തമല്ല എന്ന് ചിന്തിച്ചാൽ പോലും ഞാൻ പറയട്ടെ, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചിരുന്നു എന്ന് ഈ തലമുറയിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിത്യതയുടെ തീരത്ത് അത് വെളിപ്പെടും. ഞാൻ ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ പെരുമ്പട്ടിക്ക് സമീപം ഒരു സ്ഥലത്ത് മേത്താനത്തിന്റെ അടുക്കൽ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ, ഭക്ഷണത്തിനായിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു സഹോദരൻ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ ശുശ്രൂഷയിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അനുഭവം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എപ്പോഴും എന്റെ മനസ്സിൽ ഉടക്കി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതാണ്ട് 10, 20, 22 വർഷങ്ങൾക്ക് പുറകിൽ ഒരു പ്രത്യേക സുവിശേഷ യോഗം ഒരു വീട്ടുമുറ്റത്ത് നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീലപ്പടുത വലിച്ചു കെട്ടി കോരിച്ചൊരിയുന്ന മഴയത്തെ കുറച്ചാളുകളുടെ മധ്യത്തിൽ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം പെരുമ്പട്ടി വനത്തിൽ നിന്ന് തടി മോഷ്ടിച്ചതിന്റെ പേരിൽ പോലീസ് എന്നെ അന്വേഷിക്കുന്നതിനാൽ, വനപാലകർ എന്നെ അന്വേഷിക്കുന്നതിനാൽ അടുത്ത CSI സെമിട്രിയിൽ പണി തീർന്ന ഒരു സെല്ലിൽ സ്വന്തം കൈകൊണ്ട് സ്ലാബ് വലിച്ചു മാറ്റിയിട്ട് അതിനകത്തിറങ്ങി സ്ലാബ് തിരികെ വലിച്ച് കയറ്റിയിട്ട് ഞാൻ വനപാലകരെയും പോലീസിനെയും ഭയന്ന് ഈ കുഴിയിലിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിന് തൊട്ടടുത്തുള്ള വീടിന്റെ മുറ്റത്ത് ഈ സുവിശേഷ പ്രസംഗം ഉയർന്നത്. ക്രൂശിന്റെ ഭാഗം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കുഴിക്കകത്ത് മുട്ടുമടക്കി നിറകണ്ണുകളോടെ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, എനിക്കൊരായുസ് നീ വിടുതലിനായി അനുവദിച്ചാൽ എന്റെ ശിഷ്ടമുള്ള ദിനങ്ങൾ അങ്ങയ്ക്ക് വേണ്ടിയായിരിക്കും. അന്ന് രാത്രി ഞാൻ കരയ്ക്ക് കയറി. അത്ഭുതകരമായി കോടതി കേസുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ പിൻപറ്റുന്ന ഒരു ദൈവപൈതലാണ്. ആ കോരിച്ചൊരിയുന്ന മഴയത്ത് കുറച്ചാളുകൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു കൊച്ചു യോഗത്തിൽ ഇങ്ങനൊരാൾ തൊട്ടടുത്ത സെമിത്തേരിയുടെ സെല്ലിനകത്ത് ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ചില വർഷങ്ങൾക്ക് ശേഷമാണ് അറിഞ്ഞത് അങ്ങനെ ഒരാൾ അതിനകത്തിരുന്ന് രക്ഷിക്കപ്പെട്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 19 വർഷം ഈ കല്യാണിമുക്കിൽ മുഴങ്ങിയ വചനം മുഖാന്തരം വിടുവിക്കപ്പെട്ട ആത്മാക്കൾ പേർ വിളിക്കും നേരം ഇമ്പങ്ങളുടെ പറുദീസയിൽ ബെയൂല മുഖത്ത് കയറി വരുമ്പോൾ അതിന്റെ പ്രതിഫലത്തിന് അർഹനാകുന്നത് പ്രിയ ജോസ്റ്റാനും ഇതിനുവേണ്ടി കരഞ്ഞ ദൈവമക്കളുമായിരിക്കും. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരിക്കൽ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് കാനഡയിൽ ഒരു സുവിശേഷ യോഗത്തിനായി ക്ഷണിക്കപ്പെട്ടു. പ്രഭാഷണത്തിന് അവിടെ ചെന്നപ്പോഴാണ് ആ പശ്ചാത്തലം മനസ്സിലാക്കുവാനായിട്ടിടയായത്. ക്ഷണിച്ചത് ആരാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. സംഘടനാപരമായ പേരുകൊണ്ടും മറ്റും
ബുക്ക് ചെയ്യപ്പെട്ടതിനു വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു. തക്ക സമയത്ത് ഞാൻ കാനഡയിൽ എയർപോർട്ടിൽ ഇറങ്ങി. പ്രസംഗത്തിന്റെ ഒന്നാമത്തെ രാത്രി പ്രസംഗിപ്പാനായിട്ട് കയറി നിൽക്കുന്നതിന് മുൻപ് അവിടെ ഒരു സഹോദരന്, രവീന്ദ്രൻ എന്നൊരു സഹോദരന്, ദൈവത്തിന് സ്തോത്രം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് സാക്ഷ്യത്തിനായിട്ടുള്ള സമയം കൊടുത്തു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു. ആ രാജ്യത്ത് അദ്ദേഹം എത്തിച്ചേരുന്നതിന് മുൻപ് തിരുവല്ലയിൽ ഒരു ഓട്ടോ ഡ്രൈവറായി താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. തിരുവല്ലയിൽ നിന്ന് നിരണം ഭാഗത്തേക്ക് ഒരു ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വന്നപ്പോൾ മൂത്രശങ്കയുണ്ടായതുകൊണ്ട് വഴിവക്കിൽ ഓട്ടോ നിർത്തിയിട്ട് താൻ വഴിവക്കിൽ നിന്ന് ഈ പ്രസംഗം ഒരല്പ മിനിറ്റുകൾ, കണ്ടത്തിൽ നടക്കുന്ന ഒരു പ്രസംഗമാണ്, അല്പ മിനിറ്റുകൾ കേട്ടു. അല്പ മിനിറ്റുകൾ കേട്ട അദ്ദേഹം ഒരു കല്ലിലങ്ങിരുന്നു. ചില മിനിറ്റുകളുടെ കേട്ടപ്പോൾ യേശുവിനായി ഹൃദയം കൊടുക്കത്തക്ക പ്രേരണയുണ്ടായി. ദൈവസന്നിധിയിൽ താൻ തന്നെ സമർപ്പിച്ചു. അപ്പോൾ താൻ ഇങ്ങനെ കർത്താവിനോട് തീരുമാനമെടുത്തു, യേശുവേ, നീ ജീവിക്കുന്ന കർത്താവാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരടയാളം വയ്ക്കുന്നു. ഞാൻ അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം ഒരു വിവാഹാലോചന ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് വരികയും ആ പെൺകുട്ടിയുമായി സ്വകാര്യമായി സംസാരിക്കുമ്പോൾ അവൾ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയവളാണ് എന്ന് എന്നോട് സാക്ഷ്യം പറയുകയും ചെയ്താൽ ഞാൻ ഈ എടുക്കുന്ന ഉടമ്പടി യാഥാർത്ഥ്യമായിരിക്കും എന്നുള്ളതിന്റെ തെളിവായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവസ്ഥലം തീരുമാനമെടുത്തു. നിങ്ങൾ ഓർക്കണം, നിരണത്ത് നിന്ന് തിരുവല്ലയിലേക്കുള്ള യാത്രയിൽ നെടുമ്പ്രം ഭാഗത്തൊരു കണ്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന സുവിശേഷ യോഗത്തിന്റെ മൈക്ക് സിസ്റ്റത്തിലൂടെ തൊട്ടടുത്തൊരു മയിൽക്കുറ്റിയിലിരുന്ന് സ്വകാര്യമായി തീരുമാനമെടുത്ത് ശനിയാഴ്ച വൈകിട്ട് ഭവനത്തിലേക്ക് പോയി ഇദ്ദേഹം തിങ്കളാഴ്ച തന്റെ വീട്ടിൽ വന്നൊരു വിവാഹാലോചനയിൽ പെണ്ണ് കാണാൻ ചൊവ്വാഴ്ച പെൺകുട്ടിയുടെ വീട്ടിലെത്തി. പെൺകുട്ടി സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു സത്യം ഞാൻ തുറന്നു പറയുന്നു, ഞാൻ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയൊരു ദൈവപൈതലാണ്. എന്റെ ശിഷ്ടമുള്ള ആയുസിന്റെ ദിനങ്ങൾ യേശുവിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഞാനും യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയവനാണ്. അടുത്ത ദിവസങ്ങളിൽ അവരുടെ വിവാഹം നടന്നു. ആ പെൺകുട്ടി ഒരു നേഴ്സായിരുന്നു. തുടർന്നുള്ള പേപ്പർ ക്രമീകരണങ്ങളിലൂടെ അവർ കാനഡയിലെത്താൻ ദൈവം വഴിയൊരുക്കി. ആ സഭയിൽ ആരാധനയ്ക്ക് ചെന്നപ്പോൾ അവരുടെ ആദ്യത്തെ ആഗ്രഹം ആ കണ്ടത്തിൽ പ്രസംഗിച്ച എന്നെ വിളിച്ച് അവിടെ പ്രസംഗിപ്പിക്കണം എന്നായിരുന്നു. ഞാൻ ഒരിക്കലും ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല. എന്റെ പ്രസംഗത്താൽ അദ്ദേഹം ദൈവകൃപയിൽ വന്നു എന്ന് അദ്ദേഹം സ്റ്റേജിൽ സാക്ഷ്യം പറയുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ 19 വർഷം ഈ പ്രതലത്തിൽ പ്രസംഗിച്ച തെളിഞ്ഞ സുവിശേഷ മുഖാന്തരം എത്ര ആത്മാക്കൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിത്യത വെളിപ്പെടുത്തുന്ന ദിവസത്തെ മുൻപിൽ കാണുന്ന ദൈവത്തിന്റെ ജനം കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ കൺവെൻഷൻ ഇതുകൊണ്ട് അവസാനിക്കാതെ അടുത്ത വർഷങ്ങളിലും നടത്തുവാൻ പ്രിയ ജോസ്റ്റാന്റെ കരങ്ങൾക്ക് ദൈവം കരുത്തു കൊടുക്കുകയും ചെയ്യേണ്ടതിന് എത്ര ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കും? എത്ര ദൈവമക്കളുടെ പ്രാർത്ഥന ഉയരും? റാന്നിക്കാരായ എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഒന്ന് ഉയർന്നിരിക്കട്ടെ. ആദരണീയരായ കർത്തൃദാസന്മാർ ഇന്ന് എന്റെ പുറകിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേഖലയിൽ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന പ്രിയ മത്തായിച്ചായൻ ജന്മന്റെ ദൈവസഭയിൽ പഴയ പിതാക്കളുടെ കർത്തൃദാസന്മാരിൽ ഒരാളാണ്. അങ്ങനെ ദൈവദാസന്മാർ പല രീതിയിൽ നടുവിലുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രിയരായിച്ചായൻ പ്രാരംഭമായിട്ട് ഓർപ്പിച്ചല്ലോ, നമ്മളൊക്കെ ഒരു നാടിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിച്ച് ജീവിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയവരാണ്. ഈ നാട്ടിലെ ഈ സുവിശേഷത്തിന്റെ ശബ്ദം അസ്തമിച്ചു പോകാതെ ഈ പ്രതലത്തിൽ വീണ്ടും സുവിശേഷത്തിന്റെ ശക്തി ഉയരേണ്ടതിന് ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എല്ലാ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരാരും വായടച്ചിരിക്കരുത്, ഒരത്തരം പോലും ഇന്ന് രാത്രി പൂട്ടിയിരിക്കരുത്. എല്ലാ ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കയില്ല. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കയില്ല. കല്യാണി മുക്കിൽ മുഴങ്ങുന്ന ഈ നിത്യജീവന്റെ വചനം കർത്താവിന്റെ പുനരാഗമനം വരെ മുഴങ്ങത്തക്ക വിധം എന്റെ ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്റെ ദാസനെ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയാകണം. ഈ രാത്രിയിൽ നിത്യജീവനായി ചിലർ വിടുവിക്കപ്പെടുന്ന രാത്രി
രാത്രിയായി തീരുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിലിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് ആത്മാവിലുള്ള പ്രാർത്ഥന അപമാനമല്ല, അവർക്കത് അഭിമാനമാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ചില മിനിറ്റുകൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധരായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരുമായി കിടന്ന് ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് അത് ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരെഴുതപ്പെട്ട് നിയമരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അപ്പച്ച എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ പദവിയും അധികാരവും പകർന്ന തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ ചില ആത്മാക്കളെ ഈ രാത്രി വിടുവിക്കണമേ. ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ചില ആത്മാക്കൾ അവരുടെ തടവ് വെട്ടി വിടുവിക്കപ്പെടുന്ന രാത്രിയായി തീരേണ്ടതിന് പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷയെ നിന്റെ കരങ്ങളിൽ കൈമാറുകയാണ് കർത്താവേ. നിന്റെ ദാസൻ കഴിഞ്ഞ നാളുകളിൽ ത്യാഗബുദ്ധിയോടെ ഇതിനുവേണ്ടി അധ്വാനിച്ചു. പ്രിയ ജോസ്ജാനെ കുടുംബത്തെ ഞങ്ങൾ കൃപാസനത്തിന് മുൻപിൽ ഒരുമിച്ച് ഉയർത്തുന്നു. കർത്താവേ, നിന്റെ പുനരാഗമനം വരെ ഇവിടെ ശബ്ദം മുഴങ്ങത്തക്ക വിധം ദൈവപ്രവൃത്തി ഇതിന്റെ പുറകിൽ വെളിപ്പെടുവാനിടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. എനിക്കേറെ സന്തോഷമുണ്ട്. വാർദ്ധക്യത്തിന്റെ ബലഹീനതകൾ ഉള്ള ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. ആനന്ദിനെ പ്രവേശിച്ചാൽ ഈ യോഗത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷീണം അടുത്തറിയാവുന്ന ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഒരിക്കൽ പോലും ഒരു കൂടിവരവിൽ എത്തിച്ചേരാൻ കഴിയാത്ത ബലഹീനതകളോടെ ആയിരുന്നപ്പോൾ ഈ യോഗത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതീക്ഷകൾ ഉയരുകയായിരുന്നു. അങ്ങനെ റാന്നിയിൽ ദൈവവചനത്തെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നോക്കാം. സ്വർഗം നിന്നെ ഈ രാത്രി വെറുതെയല്ല ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന ഇന്ന് രാത്രി മുഴങ്ങുന്ന രാത്രിയായിരിക്കും. ആ കരങ്ങളിൽ വേദപുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? വേദപുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? കരങ്ങൾ വേദപുസ്തകം ഉയർന്നിരിക്കട്ടെ. വേദപുസ്തകം ഉയർന്നിരിക്കട്ടെ. ഇന്ന് രാത്രി വചനവുമായി യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് കരുത്ത് തന്നതോർത്ത് നമുക്ക് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. ഇത് ജീവിത പ്രമാണമാക്കി മാറ്റിയ ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന ദൈവപൈതലെ, നിനക്കൊരിക്കലും വഴിതെറ്റുകയില്ലെന്ന് മാത്രമല്ല, നീ എത്തേണ്ടിടത്ത് എത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം ഈ വചനത്തിൽ നിന്റെ പാതയ്ക്ക് ദീപമായി നിരന്തരം വ്യാപരിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ ഊരിവെട്ടാൻ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന പടവാളാണ് ദൈവത്തിന്റെ വചനം. അന്ധകാര ശക്തിയെ തകർക്കാൻ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധമാണ് ദൈവത്തിന്റെ വചനം. ഇതിനെതിരെ ആര് കരമുയർത്തിയിട്ടുണ്ടോ അവരൊക്കെ തകർന്നിട്ടുണ്ട്. ഇതിനെ ആരാലിംഗനം ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ലോകപ്രശസ്തനായ വോൾട്ടയർ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈ ബൈബിൾ ഒരു അമ്മൂമ്മ കഥയാണെന്ന്, ഇതൊരു മായാവി കഥയാണെന്ന് അടുത്ത 5 വർഷം കൊണ്ട് ഞാൻ തെളിയിച്ചെടുക്കും. അടുത്ത 50 വർഷത്തിനുള്ളിൽ, 5 പതിറ്റാണ്ടിനുള്ളിൽ ലോകത്തിലെ വല്ല പുരാവസ്തു ഗവേഷണശാലയുടെ മൂലയ്ക്ക് കൊണ്ട് ഈ ബൈബിളിനെ ഞങ്ങൾ ഒതുക്കും. അടുത്ത 5 വർഷം കൊണ്ട് ബൈബിൾ ഒരു മായാവി കഥയാണ്, ഒരു കെട്ടുകഥയാണെന്ന് ഞാൻ തെളിയിച്ചെടുക്കും. അടുത്ത 50 വർഷം കൊണ്ട് ബൈബിളിനെ ഏതെങ്കിലും പുരാവസ്തു ഗവേഷണശാലയുടെ മൂലയ്ക്ക് കൊണ്ട് ഞാൻ കെട്ടും. നിങ്ങൾക്കറിയാമോ, അധികം താമസിക്കാതെ അയാൾക്ക് ബാധിച്ച ലോകത്തോട് യാത്ര പറഞ്ഞു. എവിടെ ഇരുന്ന് ഇത് വീമ്പിളക്കിയോ ആ സ്ഥലം ജനീവ ബൈബിൾ സൊസൈറ്റി വില കൊടുത്തു വാങ്ങി. എന്നിട്ട് ബൈബിളിന്റെ പ്രസ് അവിടെ സ്ഥാപിച്ചു. 1000കണക്കിന് ബൈബിളുകൾ പ്രിന്റ് ചെയ്തിറങ്ങുന്ന പ്രസ്സാക്കി അയാൾ എവിടെ നിന്ന് ഈ വീരവാദം മുഴക്കിയോ ആ സ്ഥലത്തെ ദൈവം മാറ്റി. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇയാൾ എഴുതിയ ബൈബിളിനെതിരെയുള്ള പഠന പരമ്പരകൾ 92 വാല്യങ്ങളുള്ള ഒരു ബൃഹത് കൃതിയായിരുന്നു. 92 വാല്യങ്ങൾ. വോൾട്ടയർ ബൈബിളിനെതിരെ പ്രചരിപ്പിച്ച പഠനങ്ങളുടെ ഒരു സമാഹാരം 92 വാല്യങ്ങളുണ്ടായിരുന്നു. അയാളുടെ മരണശേഷം ആ തറയിൽ അതൊന്ന് ലേലം വിളിക്കാൻ കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷേ തറ വിലയ്ക്ക് പോലും ആർക്കും വേണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥാപനത്തിൽ നിന്നും അടിച്ചിറങ്ങിയ ആദ്യത്തെ ബൈബിൾ പ്രതി $1000 വില കൊടുത്ത് വാങ്ങത്തക്ക വിധം ഒരു ധനാഢ്യൻ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു.
ആരൊക്കെ തകർക്കാൻ കരമുയർത്തിയിട്ടുണ്ടോ അവനൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അനേകരെ ഉടച്ച് അടകല്ലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ആരൊക്കെ ഇതിനെ ആലിംഗനം ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ചരിത്രത്തിൽ ഉയർത്തിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വേദപുസ്തകം തുറക്കാം. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം, അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്നിച്ച് വായിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ വേദഭാഗം പരിശുദ്ധാത്മ നിയോഗത്തോടെ പതിയത്തക്ക വിധം പ്രാർത്ഥനാപൂർവം നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ ഒന്നിച്ച് വായിക്കുവാനായിട്ട് ശ്രമിക്കാം. ആദ്യം നമുക്കൊന്നിച്ച് ഈ വേദഭാഗം വായിക്കാം. വേദപുസ്തകം കൊണ്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും ശാന്തമായി വേദപുസ്തകം തുറന്ന് ഒരു കലാപരിപാടി ആസ്വദിപ്പാൻ ഇരിക്കുന്ന തലത്തിൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കരുത്. ഇവിടെ നടക്കുന്ന ഒരു കലാപരിപാടിയല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ഈ രാത്രി മുഴങ്ങാൻ തുടങ്ങുന്നത്. ആകയാൽ പ്രാർത്ഥനാപൂർവം നമ്മുടെ ശ്രദ്ധയെ തിരുവെഴുത്തിലേക്ക് കേന്ദ്രീകരിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. ഒരുമിച്ച് തുടങ്ങാം. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസിയിൽ എത്തി. ബുദ്ധിനിക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസിയ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ നമുക്ക് തിരുവെഴുത്തുകളുടെ മുൻപിലായിരിക്കാം. ഏറെ ശ്രദ്ധേയമായ പ്രവർത്തികളുടെ പുസ്തകത്തിലെ പരിശുദ്ധാത്മ നിയോഗത്തിന്റെ ഒരു ഭാഗമാണ് എന്റെ ശ്രോതാക്കൾ ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ടത്. പരിശുദ്ധാത്മാവും ദൈവസഭയുടെ നിയോഗവും എന്നതാണ് ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഒരിക്കൽ കൂടെ മനസ്സിൽ കരുതുക. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. പരിശുദ്ധാത്മാവും ദൈവസഭയുടെ നിയോഗവും. മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം ദൈവത്തിന്റെ പുത്രനാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം. ലോകത്തിൽ ഒരുപാട് ആളുകൾ ചോര ചിന്തി മരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി രക്തം ചിന്തി മരിച്ചു. മഹാത്മാഗാന്ധി ചോര ചിന്തി മരിച്ചു. എബ്രഹാം ലിങ്കൻ രക്തം ചിന്തി മരിച്ചു. അതെ, ഇവരൊക്കെ മരിച്ചത് രാഷ്ട്രീയ കുലപാതക മരണമാണ്. എന്നാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ ആപാതചൂടം ചുടുനിണമണിഞ്ഞ് നമ്മുടെ കർത്താവ് ഗോൽഗോത്തയിൽ രക്തം ചിന്തി മരിച്ചു. അത് കുലപാതക മരണമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ കല്യാണിമുക്കിൽ ഏകസ്വരത്തോടെ പറയുന്നു, ആ മരണം പകരം മരണമാണ്. എനിക്കും നിനക്കും പകരം അവൻ മരിച്ചു. അറിയാമോ, മദ്രാസിലെ മോനെ വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ ആ ഭീകരഘാതകൻ KP യോഹന്നാന്റെ ഇന്നത്തെ ആസ്ഥാന മന്ദിരം തിരുവല്ലയിൽ ഉയർന്നിൽക്കുന്ന പഴയ തറവാട്, കരിക്കൻവില്ല തറവാട്, ആ സാധുവായ സ്ത്രീയുടെ ഉദരം മുറിഞ്ഞ് താഴെ കൊഴുകിയിറങ്ങിയ ചോര ആ മാർബിൾ തറയിൽ പറ്റിപ്പിടിച്ചപ്പോൾ, അയാളുടെ കയ്യിൽ ആ ചോരക്കറ കയറി പിടിച്ചപ്പോൾ അത് കഴുകിക്കളയാൻ ഇവിടുത്തെ കെമിക്കലുകൾക്ക് കഴിയും. പക്ഷേ അവന്റെ മനസാക്ഷിയിൽ പറ്റിപ്പുരണ്ട പാപക്കറ കഴുകിക്കളയാൻ കഴിവുള്ള ഒരു കെമിക്കലും ഇവിടെ ഇല്ലാതിരിക്കെ അവനെ വിശുദ്ധനാക്കിയ രക്തമാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തം. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം തന്റെ പുത്രനാണ്. എന്നാൽ തന്റെ പുത്രനെ ലഭിച്ച തന്റെ സഭയ്ക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അനുഭവത്തിലൂടെ പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നത്. ഈ രാത്രി അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് കർത്താവിന്റെ സന്നിധി വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അന്യഭാഷയും കൃപാവരങ്ങളും ദൈവിക വെളിപ്പാടുകളും സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി അധരം പൂട്ടിയിരിക്കാൻ കഴിയുകയില്ലല്ലോ. പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ.
13-ാമത്തെ വയസ്സിൽ സ്കൂളിൽ പോകുവാൻ വേണ്ടി എബനേസർ ഹൈസ്കൂളിൽ പോകുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോ ഒരു വീട്ടിൽ നടന്ന പ്രാർത്ഥനയുടെ ഏറ്റവും പുറകിലത്തെ ഭാഗത്ത് സ്കൂൾ സഞ്ചി കൊണ്ടുവച്ചിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറിയിരുന്ന രംഗമോർക്കുന്നു കടവുപുഴ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ അന്ന് കത്തിജ്വലിക്കത്തക്ക വിധം കൃപാവരങ്ങളോടെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ നാട്ടുകാർക്കറിയാവുന്ന അനുഗ്രഹീതനായ WME പ്രസ്ഥാനത്തിലുള്ള പാസ്റ്റർ KT ചാക്കോ അവറുകൾ നിയോഗത്തോടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് തമ്മിൽ മുഖപരിചയമില്ല. മുൻപിൽ നിന്ന് ആത്മനിയോഗത്തോടെ അദ്ദേഹം അന്യഭാഷ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിലൂടെ ഇറങ്ങി വന്ന് ഏറ്റവും പുറകിലിരിക്കുന്ന കൊച്ചു ബാലകനായ എന്റെ തലയിൽ കൈവച്ചൊരു പ്രവചനം പറഞ്ഞു. ഷർട്ട് ഊരിയിട്ടിട്ട് എനിക്കൊന്ന് വിശ്രമിപ്പാൻ നേരമില്ലേ എന്ന് പറയത്തക്ക വിധം എന്റെ വചനവുമായി ലോകത്തിന്റെ വൻകരകളിൽ ഓടേണ്ടവനാണ് നീ. എന്റെ ആയുസിന്റെ ദിനങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ ഒരു വസ്തുത ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ പറയട്ടെ, എന്റെ കൂടപ്പിറപ്പേ, നിന്റെ അപ്പനുള്ളതിനേക്കാൾ, നിന്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ, നിന്റെ അടുത്ത രക്തബന്ധങ്ങൾക്കുള്ളതിനേക്കാൾ, നിന്റെ ചാർച്ചയിൽപ്പെട്ടവർക്കുള്ളതിനേക്കാൾ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമാണ് ഇന്ന് രാത്രി നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവം. ഞാനൊരു വാക്യം ഉദ്ധരിക്കട്ടെ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു, നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല, നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കയ്യിനെ നടത്തും. ഇരുട്ടനെ മൂടിക്കളയട്ടെ, വെളിച്ചവന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ആമേൻ പറയാൻ എത്ര ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കും കഴിയും? ഒരു മൈക്രോസ്കോപ്പിന് പോലും കാണാൻ കഴിയാത്തൊരു പട്ടായി അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ പ്രാർത്ഥിക്കുന്ന നീ പറ്റിപ്പിടിച്ച് വളരുമ്പോൾ നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചത് മനുഷ്യന്റെ കരമല്ല, എന്റെ ദൈവത്തിന്റെ കരമാണെന്ന് മാത്രമല്ല, വിശ്വസിക്കുന്ന ദൈവമക്കൾ അടിവരയിട്ട് പറയുന്നു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആമേൻ പറയുന്നതോടൊപ്പം ഈ രാത്രി നിങ്ങളെ വിരൽച്ചൂടി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ നീ ഒരു കൊച്ചു പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നീ എവിടെ ജനിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, നിന്റെ തലമുറ എവിടെ വളരണം, നിന്റെ വരുമാന മാർഗം എന്താകണം, അതെ നിന്റെ ജനനത്തിന്റെ നാഴിക മുതൽ നിന്റെ മരണത്തിന്റെ വിനാഴിക വരെ പ്ലാൻ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാനും നീയും വിശ്വസിക്കുന്ന കർത്താവെങ്കിൽ എന്റെ പുറകിൽ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു പാതാള ബന്ധനങ്ങൾക്കും ഒരു നരക കവാടങ്ങൾക്കും ജയിപ്പാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറ, എന്റെ പുറകിൽ ചലിക്കുന്ന മഹാദൈവത്തിന്റെ കരം ഈ രാത്രി ഞാൻ കാണുന്നു. തൽക്കാലം പ്രതികൂലമാണെങ്കിലും ഇതിന്റെ പുറകിലും ദൈവത്തിന്റെ പദ്ധതി ഒളിഞ്ഞിരിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഇംഗ്ലണ്ടിൽ സുവിശേഷ ഘോഷണത്തിനായി ചെന്നപ്പോ, പ്രസംഗാർത്ഥം ചെന്നപ്പോ ഒരു ദൈവദാസൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ കണ്ടു. അതിൽ ആ കാലഘട്ടത്തിൽ പഴയ ദൈവദാസൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുതിരപ്പുറത്തായിരുന്നു യാത്ര. അദ്ദേഹത്തെക്കുറിച്ച് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം, കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോ സ്പീഡിൽ പോകേണ്ടത് കൊണ്ട് സോക്സ് ഉണങ്ങാനിട്ട് തട്ടിക്കൊടയാതെ കയറ്റിയിട്ടു. യാത്ര തുടങ്ങി. പക്ഷേ സോക്സിനകത്ത് നിറച്ച് ഉറുമ്പായിരുന്നു. ഉറുമ്പ് നിറഞ്ഞ സോക്സിനകത്ത് ഉറുമ്പുകടി തുടങ്ങിയതും കുതിരപ്പുറത്തെ യാത്ര തുടങ്ങിയതും ഒരുപോലായിരുന്നു. കുതിരയുടെ കടിഞ്ഞാണിങ്ങനെ പിടിച്ച് കമന്ന് കിടന്ന് വിരള സോക്സിനകത്തോട്ട് ഇറക്കി ഉറുമ്പിനെ ഞെരടി ഞെരടിയാ പുള്ളി യോഗത്തിന് പോയത്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒത്തിരി ഉറുമ്പുകടി ഉള്ളിൽ സഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തില്ലേ? നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധനയുടെ പുറകിൽ എന്റെ ദൈവത്തിന് ആത്യന്തിക ലക്ഷ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ഇപ്പോഴത്തെ ശോധനയ്ക്ക് പുറകിലും ദൈവകരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും യോഗത്തിന് ചെന്നു, പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പം ഒരു കാട്ടുകള്ളന് സംഘവും രക്ഷിക്കപ്പെട്ടു. ഈ കാട്ടുകള്ളൻ സാക്ഷ്യം പറയാൻ വേണ്ടി അവസരം കൊടുത്ത സമയത്ത് എഴുന്നേറ്റെന്ന് പറഞ്ഞു,
ഈ മനുഷ്യന്റെ പ്രസംഗം കേട്ടൊന്നുമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇയാളെ കൊല്ലാൻ കാട്ടുപാതയിൽ, കാനനപ്പാതയിൽ, വനപ്പാതയിൽ കമ്പി വലിച്ചു കെട്ട് ഞങ്ങളുടെ സംഘം കാത്തു നിൽക്കുകയായിരുന്നു. ഇയാളുടെ തല നേരെ കുതിരപ്പുറത്ത് കുതിച്ചിങ്ങോട്ട് വരുമ്പോൾ കഴുത്ത് കമ്പിയോട് അടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു. പിന്നെ ഞങ്ങൾ കമ്പിയോട് നയിച്ച് മറ്റവിടത്ത് കൊണ്ട് കെട്ടി. അവിടെയും കമ്പിയോട് തലയെടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു. 2-3 വട്ടം ആവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കമ്പിയോട് കഴുത്തടുക്കുമ്പോൾ ഇയാളെ കുനിയിക്കുന്ന ഒരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവം തമ്പുരാന്റെ ശക്തിയാണെന്ന്. ഈ ദൈവദാസനോട് ചോദിക്കും, പുള്ളി ഉറുമ്പിനെ ഞെരിടാൻ കുനിഞ്ഞതാ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ സാരം എത്ര ദൈവമക്കൾക്ക് മനസ്സിലായി? സഹിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നിന്റെ ഉള്ളിൽ കിടന്ന് നീറുമ്പോഴും ഈ രാത്രി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറ, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. വേദപുസ്തകത്തിലെ ഉണർവിന്റെ ഉത്ഭവചരിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവർത്തികളുടെ പുസ്തകം എന്നൊരു പുസ്തകം വേദപുസ്തകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ വേദപുസ്തകം സുവിശേഷത്തിൽ നിന്ന് ലേഖനങ്ങളിലേക്ക് മാറുകയില്ലായിരുന്നു. പരിശുദ്ധാത്മ വ്യാപാരത്താൽ സെഹിയോൻ മാളിക മുറിയിൽ തുടക്കം കുറിച്ച ദൈവത്തിന്റെ സഭ എന്ന ആ പുതിയ വീഞ്ഞ് യഹൂദ മതത്തിന്റെ പുറന്തോട് തൊട്ടിപൊട്ടിച്ച് ലോക ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്ന രംഗമാണ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1005 വാക്യങ്ങളുള്ള ഈ പ്രവർത്തികളുടെ പുസ്തകം പരിശുദ്ധാത്മ പ്രവർത്തികളുടെ പുസ്തകം എന്ന് വിശേഷിപ്പിക്കാം. ഈ പുസ്തകത്തിനകത്ത് സാധാരണ തലത്തിലുള്ള വിഷയമല്ല. ഈ പുസ്തകത്തെക്കുറിച്ച് ആമുഖമായി എന്റെ ശ്രോതാക്കൾ 1-2 കാര്യങ്ങൾ ഗ്രഹിക്കണം. അല്പം ചരിത്രം കൂടെ. നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ ആ കാലഘട്ടത്തിലെ മഹത്തായ 3 സംഭവങ്ങൾ സഭയുടെ നാഴികക്കല്ലുകളായിട്ടുണ്ടെന്ന് എന്റെ ശ്രോതാക്കൾ ഗ്രഹിക്കണം. അതിൽ ഒന്നാമത്തെ സംഭവം AD 64 നീറോയുടെ ഭരണമാണ്. സഭാചരിത്ര പഠിതാക്കൾക്കറിയാം, ക്രൈസ്തവ സഭാചരിത്രത്തിൽ ചോരപ്പാടുകൾ വീഴ്ത്തിയ ഏറെ ദുഃഖനിമഗ്നമായ സംഭവങ്ങൾ അരങ്ങേറിയ കാലഘട്ടം നീറോ എന്ന ക്രൂരനും കുടിലനും നീചനും വക്രബുദ്ധിയുമായ ഒരു മനോരോഗിയായ നീറോയുടെ ഭരണകാലമാണ്. അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ മനുഷ്യത്വരഹിതവും നീചവും പൈശാചികവുമായി കൊന്നുകൂട്ടുന്ന കാലഘട്ടത്തിൽ ഈ കുലയ്ക്ക് ചുക്കാൻ പിടിച്ചതിൽ ഏറ്റവും നീചമായ കൊല തന്ത്രപൂർവ്വം ആസൂത്രണം ചെയ്തത് നീറോയാണ്. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിക്കുക, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് പരസ്യവേദിയിൽ വയറ് ചവിട്ടിപ്പൊട്ടിക്കുക, അങ്ങനെ കഴുത്ത് കീഴായി വൃക്ഷത്തിൽ തൂക്കിയിട്ട് തലയുടെ ഭാഗം പ്രത്യേകിച്ച് തീക്കുണ്ടത്തിനകത്ത് കത്തിച്ചു കൊല്ലുക, അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് ഊണിന് വലിച്ചെറിഞ്ഞു കൊടുക്കുക, തിളയ്ക്കുന്ന എണ്ണപ്പാത്രങ്ങളിലിട്ട് വറുത്തുകോരുക, ഘോര മൃഗങ്ങളുടെ മുൻപിൽ പരസ്യമായി ഊണിലിട്ട് കൊടുക്കുക. ഇങ്ങനെ നീചമായ കുലപാതകങ്ങൾ ഇയാൾ അരങ്ങേറ്റി. സ്വന്തം ഭാര്യയെ നീറോ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. സ്വന്തം അമ്മയുടെ മരണപ്പിടച്ചിൽ നേരിട്ട് കാണാൻ കൊതിച്ചുകൊണ്ട് സ്വന്തം കൈകൊണ്ട് സ്വന്തം അമ്മയെ കൊന്ന കുടിലനാണ്, നീചനാണ്, കഠിന ഹൃദയനാണ്, പൈശാചിക ഹൃദയത്തിന്റെ ഉടമയായിരുന്നു നീറോ. ഇയാൾ ഒരു ശില്പകലാ വിദഗ്ധൻ കൂടെയായിരുന്നു. പ്രതികളുടെ മരണപ്പിടച്ചിൽ നേരിട്ട് കാണുമ്പോൾ അതിലൂടെ ഒരുതരം വൈകാരിക സംതൃപ്തി അനുഭവിക്കത്തക്ക ശിഥിലമായ ഒരു മനോരോഗം ഈ നീറോയെ ബാധിച്ചിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. അതിന്റെ തെളിവ് ഞാൻ പറയാം. ക്രൈസ്തവ സഭയിലെ വിശ്വാസികളെ കൊല്ലുവാൻ വേണ്ടി തന്റെ ഉദ്യാനത്തിനകത്ത് മെഴുകുശീലകൾ ചുറ്റി തൂണിൽ ക്രൈസ്തവരെ ചേർത്ത് നിർത്തിയതിനു ശേഷം, അവരെ കൊല്ലാൻ തയ്യാറാക്കിയതിനു ശേഷം ആ ഗേറ്റ് അടച്ച് സകല ആളുകളെയും ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി ക്രൈസ്തവർ കത്തിത്തീരുന്ന മെഴുകുശീലകൾ കൊണ്ട് കത്തിത്തീരുന്ന നിലവിളി ഉയരുമ്പോൾ ഓരോ മരണപ്പിടച്ചിലിന് മുൻപിലും, ഇരകളുടെ മരണപ്പിടച്ചിലിന് മുൻപിലും നോക്കിയിട്ട് വൈകാരിക സംതൃപ്തി അനുഭവിച്ച, മനഃശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത സാഡിസ്റ്റ്, മറ്റൊരാളിന്റെ മരണവേദനയിൽ സ്വയം സുഖം കണ്ടെത്തുന്ന ഒരുതരം മനോരോഗി അയാളായിരുന്നു നീറോ. അദ്ദേഹത്തിന്റെ ഭരണം തുടങ്ങിയത് AD 64 അതിനെക്കുറിച്ച് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒരു പരാമർശനവും ഇല്ല. AD 67 ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറെ വേദനാജനകമായ സംഭവമാണ്. അതിൽ ധന്യനായ പത്രോസ്ലീഹയെ ക്രൂശിക്കുന്ന രംഗം. മർമാട്ടിൻ ഗുഹ എന്നറിയപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ഒരു ഗുഹ റോമിലുണ്ട്. ഒരു വശത്ത് ടൈബർ നദി കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുമ്പോൾ
ടൈബർ നദിയുടെ മറുതീരത്ത് ഉയർന്നിൽക്കുന്ന ഒരു കരിമ്പാറയാണ് മർമാട്ടിൻ ഗുഹ നിൽക്കുന്ന കരിമ്പാറക്കൂട്ടം. ക്രൈസ്തവ രക്തസാക്ഷികൾ നിരവധി ആളുകൾ ആ ഗുഹയ്ക്കകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊല ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിധി പുറപ്പെട്ട് കഴിയുമ്പോൾ അരോഗതടകാത്തവനായ ഒരു പടയാളി ഈ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി വരും. ഗുഹയ്ക്കകത്ത് നിന്നും ടൈബർ നദിയിലേക്ക് തുറക്കുന്ന ഇരുമ്പ് കവാടമുണ്ട്. ആ കവാടം തുറന്നതിന് ശേഷം ക്രൈസ്തവ രക്തസാക്ഷികളെ വെട്ടി നുറുക്കി ടൈബർ നദിയിലേക്ക് വലിച്ചെറിയും. അങ്ങനെയായിരുന്നു കൊല. എന്നാൽ ഈ ഗുഹയ്ക്കകത്ത് ഒടുവിലത്തെ ചില ദിവസങ്ങളിൽ ഒന്നിച്ച് കഴിയാൻ അവസരം കിട്ടിയ ആളാണ് പൗലോസും പത്രോസും. ആ ഗുഹ കാണുമ്പോൾ കരഞ്ഞുപോയിട്ടുണ്ട്. അത്ര ഭീകരമാണ് ഗുഹാരംഗം. അവിടെ നിന്നാണ് പത്രോസിനെ എന്റെ നാഥന്റെ തല ചുംബിച്ചുകൊണ്ട് ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിക്കുവാനായി കൊണ്ടുപോകുന്നത്. അടുത്ത ദിവസം പൗലോസിനെ 10 പടയാളികൾ ഒരുമിച്ച് ഈ ഗുഹയിൽ നിന്ന് കയറ്റിയിട്ട് തൊട്ടടുത്ത ഒരു ചന്തസ്ഥലത്തേക്ക് കൊണ്ടുപോയി ജനക്കൂട്ടത്തെ മുഴുവൻ പിൻപിൽ വരുത്തിക്കൊണ്ട് ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിലേക്ക് അകമ്പടികളോടെ നടത്തിക്കൊണ്ടുപോയി 4.5 അടി പൊക്കമുള്ള കൽത്തൂണിലേക്ക് തല ചായ്ച്ച് പരസ്യമായി കഴുത്ത് വെട്ടിമാറ്റുകയും ആ കഴുത്ത് മുറിഞ്ഞു തെറിക്കുന്ന സമയം അഭൗമമായൊരു പ്രകാശം കഴുത്തിൽ നിന്ന് പുറപ്പെട്ടതായി ചരിത്രം വിശേഷിപ്പിക്കുന്ന പൗലോസിന്റെ ശിരച്ഛേദം നടക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയ രംഗം ഈ മർമാട്ടിൻ ഗുഹയിൽ നിന്നാണ്. അപ്പോൾ ഈ സംഭവം അരങ്ങേറിയത് AD 67 അതിനെക്കുറിച്ച് ഒരു പരാമർശനം പോലും പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി മൂന്നാമത്തെ ക്രൈസ്തവ സഭയുടെ നാഴികക്കല്ലായ ഒരു മഹാസംഭവമാണ് AD 70 യെരുശലേം വിനാശം. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ യെരുശലേം ദൈവാലയം ഹെറോദെ സംഭാവന ചെയ്ത ഒരു സ്വർണ്ണ മുന്തിരിക്കുല പ്രവേശന കവാടത്തെ അലങ്കരിച്ച് നിർത്തിയിരിക്കുമ്പോൾ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ യെരുശലേം ദൈവാലയം കത്തിച്ച് ചാമ്പലാക്കുകയും ദേവാലയത്തിന്റെ ചാമ്പൽ കൂമ്പാരങ്ങൾക്കടിയിൽ നിന്ന് അടിത്തറ കല്ല് പോലും റോമിൽ നിന്നെത്തിയ കലപ്പകളാൽ ആനകൾ വലിച്ചു മാറ്റുകയും ചെയ്ത രംഗം AD 70 ഇതിനെക്കുറിച്ച് ഒരു പരാമർശനവും പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്റെ ശ്രോതാക്കൾ ഗ്രഹിക്കണം, AD 64 നടന്ന നീറോയുടെ ഭരണമോ AD 67 സംഭവിച്ച പൗലോസിന്റെയും പത്രോസിന്റെയും രക്തസാക്ഷി മരണമോ AD 70 സംഭവിച്ച യെരുശലേം ദൈവാലയത്തിന്റെ വിനാശമോ ഒരു വാക്കിൽ പോലും സൂചിപ്പിക്കാതെ പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 1005 വാക്യത്തിൽ വാടക വീട്ടിൽ പാർത്തു എന്ന പ്രയോഗത്തോടുകൂടെ ഉപസംഹരിപ്പാൻ കാര്യമെന്താണ്? കാര്യം മറ്റൊന്നല്ല, ഈ 3 സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞായിരുന്നു പ്രവർത്തികളുടെ പുസ്തകം എഴുതിയിരുന്നതെങ്കിൽ ലൂക്കോസ് എന്ന ആ പണ്ഡിതനായ ഡോക്ടർ ചില വാക്കുകളെങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് കുറിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം ഈ 3 സംഭവങ്ങൾ ചരിത്രത്തിൽ നടക്കുന്നതിന് മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീർത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ AD 64 മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി കഴിഞ്ഞു. നിങ്ങളിന്ന് രാത്രി എന്തിനായി ചരിത്രം പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറയട്ടെ, AD 64 മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീർത്തതും ഈ വിഷയവുമായിട്ടുള്ള ബന്ധമെന്താ? നിങ്ങൾ ഓർക്കണം, കൊല്ലി സൈക്കിള് പോലും യാത്ര ചെയ്യാൻ കയ്യിലില്ലാത്ത ഒരു അഗതികളുടെ സംഘം, നേതാവിനെ യേശുക്രിസ്തുവിനെ ഗവൺമെന്റ് തൂക്കിക്കൊന്ന, ട്രഷറർ യൂദ കെട്ടിഞ്ഞാൻ ആത്മഹത്യ ചെയ്ത ട്രഷറി കാലിയായ 11 അഗതികളുടെ സംഘം, ചോദിക്കാനും പറയാനും ആളില്ലാത്ത സാധുക്കളായ 4 അക്ഷരം കൂട്ടി വായിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സാധു സംഘം, ഗമാലിയലിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പാദപീഠത്തിങ്കലിരുന്ന് ന്യായപ്രമാണം കമ്പോട് കമ്പ് മനഃപ്പാടമാക്കിയ വേദവിജ്ഞാന പണ്ഡിത പാരംഗതന്മാർ യഹൂദ മതത്തിന്റെ കാവൽ ഭടന്മാരായി പ്രഭാഷണ വേദിയിൽ കത്തിത്തിളയ്ക്കുമ്പോൾ കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത ഈ സാധുക്കളെ കൊണ്ട് AD 64 മുൻപ് ഇന്ന് രാത്രി കല്യാണിമുക്കിൽ നാം ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ചില കിലോമീറ്റർ അടുത്തുകൂടെ വിശ്വസിക്കാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ധന്യനായ തോമസ് ശ്ലീഹ നടന്നു പോകത്തക്ക വിധം ലോകത്തിന്റെ വൻകരകളെ വലം ചുറ്റി സുവിശേഷമെന്നതിന് ജൈത്രയാത്ര ചെയ്തത് അമേരിക്കൻ ഡോളറിന്റെ പിന്തുണയിലല്ല, സെഹിയോൻ മാളിക മുറിയിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തിയിലാണ്. വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഒരു
രാത്രിയിൽ ഞാൻ ആരാധിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ വിളിച്ചു പറയട്ടെ, നിന്റെ പുറകിൽ ദൈവാത്മാവിന്റെ വ്യാപാരം വ്യാപരിച്ചാൽ, നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിച്ചാൽ, ഇതിനെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് മാത്രമല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് പണത്തിന് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറ, എന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, എന്റെ പുറകിൽ ചലിക്കുന്ന മഹാദൈവത്തിന്റെ കരമാണ്. അവന്റെ കരം ഉയർന്നാൽ ആ കരത്തെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ രാത്രി ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ എന്ന് സ്തോത്രം പറയാൻ തുടങ്ങട്ടെ. വായിൽ തെർമോമീറ്ററും കടിച്ചു പിടിച്ച് ഡോക്ടറിന്റെ മുൻപിൽ രോഗി ഇരിക്കുന്നത് പോലല്ല അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ ഇരിക്കേണ്ടത്. നീ പ്രാപിച്ച ദൈവകൃപ യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അമാനുഷികമാണെന്നും ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്നും തിരിച്ചറിയുന്ന ദൈവമക്കളെ, എത്രയൊക്കെ അപവാദ പ്രചരണങ്ങൾ ഉയർന്നാലും, എത്രയൊക്കെ ശത്രുതകളുടെ കരുക്കൾ കണക്കിന് നീക്കിയാലും, എന്റെ ദൈവത്തിന്റെ കരമാണ് നിന്റെ പുറകിൽ ഉയർന്നിരിക്കുന്നതെങ്കിൽ ഒടുവിലത്തെ അധ്യായത്തിന്റെ വിജയം പ്രാർത്ഥിക്കുന്ന നിനക്കുള്ളതായിരിക്കുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറ, എന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഊർജ്ജ സ്രോതസ് സാധാരണ ഊർജ്ജ സ്രോതസ്സല്ല. ഗമാലിയേലിന്റെ എഴുത്തുപോലല്ല ദൈവസഭയെ വലുതാക്കിയത്. പുരോഹിതന്മാരുടെ പുറങ്കുപ്പായമല്ല ദൈവസഭയെ വലുതാക്കിയത്. ദേവാലയത്തിന്റെ മണിയും മണവും മണിയടിയുമല്ല ദൈവസഭയെ വലുതാക്കിയത്. സെഗിയോൻ മാറിയ മുറിയിൽ കൊടുമുഴക്കത്തോടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയും പാവപ്പെട്ട ഒരുപറ്റം ദൈവമക്കൾ കല്യാണിമുക്കിൽ വചനത്തിന് മുന്നിലിരിക്കുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവശക്തിയെ തടയാൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ദൈവാത്മാവ് വ്യാപരിച്ചാൽ അതിനെതിരെ നിൽക്കാൻ ഒരു ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾക്കും സാധ്യമല്ല. ഞാൻ ഈ രാത്രി പറയട്ടെ, ഒരു സഹോദരൻ പറഞ്ഞ സംഭവം ഓർക്കുന്നത് പാസ്റ്ററെ, ഒരു കണ്ടം, വെറും ഒരു ചതുപ്പ് നിലം ഞാൻ വില കൊടുത്ത് വാങ്ങി ഒരു ചെറിയ ഹോള് വെച്ചു. പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെയും ഫലമായി ആലയം ഉയർന്നു, ആത്മാക്കൾ ഹോളിൽ നിറഞ്ഞു. പക്ഷെ അധികം താമസിക്കാതെ തൊട്ടടുത്ത് കിടന്ന ഒരു വനപ്രദേശം പോലുള്ള ഒരു കണ്ടഭാഗം, ഒരു ചതുപ്പ് നിലം, ഒരു വലിയ ബിനാമി ഗ്രൂപ്പ് വില കൊടുത്ത് വാങ്ങി. നമുക്ക് അധികം വിദൂരമല്ലാത്തടത്ത് സംഭവിച്ച കാര്യമാണ്. വില കൊടുത്ത് വാങ്ങി. അവിടെ വലിയ ഹോട്ടൽ സമുച്ചയം തന്നെ പണിതു. അധികം താമസിക്കാതെ ഗവൺമെന്റിൽ നിന്നും നിയമരേഖകൾ വാങ്ങിച്ച് അവിടെ ഒരു വലിയ ബാർ ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടെ യോഗത്തിന് ആളുകൾക്ക് വരാൻ വയ്യാത്ത ബുദ്ധിമുട്ടായി. ചീത്തവിളി കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഞായറാഴ്ച ആരാധനയ്ക്ക് ഞങ്ങൾ കൈയടിച്ചു പാടുമ്പോൾ പുറത്തുള്ള മദ്യപാനികൾ കൂട്ടമായി നൃത്തം ചെയ്ത് തെറി കൊണ്ട് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. സഹിക്കാൻ വയ്യ. യോഗങ്ങൾ ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു. പലപ്പോഴും സൗണ്ട് പുറത്ത് കേൾക്കാതെ ഹോൾ അടച്ചിട്ട് പ്രാർത്ഥന നടത്തി. പക്ഷേ അന്ന് മനസ്സ് തകർന്നു. ഞാനിന്ന് രാത്രിയിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വിളിച്ചു പറയട്ടെ, സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾ നിന്റെ ജീവിതത്തിന് മുൻപിൽ ഉയർന്നു നിൽക്കുമ്പോൾ സംഭവിച്ചിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ അധികം താമസിക്കാതെ നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ നടക്കുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ നാവുകളിൽ പ്രാർത്ഥന ഉയരട്ടെ. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഗവൺമെന്റിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവശക്തിയാണ്. വിശ്വസിക്കുന്ന നിന്റെ അകത്ത് ബലത്തോടെ വ്യാപരിക്കുന്നത് അത് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ ആത്മാവിൽ കാണുന്ന രാത്രിയാകട്ടെ. എന്തിന്? രാത്രി ദൈവാത്മാവ് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അകത്ത് എന്റെ ശക്തി വ്യാപരിക്കുന്നു. നിന്റെ കരമുയർത്തി ഈ സ്ഥാപനത്തിന് നേരെ കൽപ്പിക്കുക. എന്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു. ദൈവജനം എല്ലാവരും ആരാധന കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ആ മുട്ടിന്മേൽ അങ്ങോട്ട് വീണ് കിടന്ന് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ഈ സ്ഥാപനത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണുനീരൊപ്പി ഈ ദൈവദാസൻ വീട്ടിലേക്ക് മടങ്ങി. രാത്രി ഗാഠമായി ഉറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ, ഓടിവാ, നിങ്ങളുടെ ഹോൾ കത്താൻ തുടങ്ങുന്നു. ഓടിച്ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഉറക്കവസ്ത്രവുമായി വണ്ടിയിൽ കയറി കാർ നേരെ വിട്ട് വണ്ടി അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച, തൊട്ടു മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ബാർ ഭയങ്കര പൊട്ടിത്തെറിയിൽ കത്തുകയാണ്. ഫോറിൽ ലിക്വറുകൾ പൊട്ടിത്തെറിച്ച് ജനലരികളിലൂടെ തീയാളി മാനം മുട്ട നിന്ന് കത്തുകയാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹോളിന്റെ ഭിത്തിയോട് തീ അടുക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, കണ്ടോണ്ടിരിക്കുന്ന ഒരു കാഴ്ച മറുവശത്തു നിന്നൊരു കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റടിച്ചതോടെ ഹോളിന്റെ ഭിത്തിയിൽ നിന്ന് തീജ്വാല മാറിപ്പോയെന്ന് മാത്രമല്ല, ഇത് കത്തി തീരുന്നത് വരെ ആ തീ അവിടെ ആളി പറന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി തിരിച്ചറിയുക, സെഗിയോൻ മാളിക മുറിയിൽ കൊടുമുഴക്കത്തോടെ ഇറങ്ങി വന്ന് 11 വരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം 2016 ജനുവരി
കയ്യിൽ കെട്ടുപോയിട്ടില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ ചില ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മുറിക്കകത്ത് വ്യാപരിപ്പാൻ ഇന്ന് രാത്രിയും ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണട്ടെ. സെഹിയോൻ മാളയമുറിയിൽ കൊടുമുഴക്കത്തോടെ ഇറങ്ങി വന്ന ദൈവാത്മാവിന്റെ വ്യാപാരം. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ ജലസ്നാനത്തിലേക്ക് ഇറക്കുവാൻ പത്രോസിന്റെ പ്രഭാഷണത്തിന്റെ പുറകിൽ കത്തിച്ചൊലിച്ച ദൈവാത്മാവിന്റെ വ്യാപാരം. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതുക്കൽ മുടന്തനായി ഭിക്ഷയാചിച്ചവന്റെ നേരെ വിരൽ ചൂണ്ടി, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ സിരാ ഞരമ്പുകളുടെ മേൽ വ്യാപരിച്ച ജന്മവൈകല്യത്തെ അഴിച്ചുമാറ്റി അവനെ എഴുന്നേൽപ്പിച്ച ദൈവാത്മാവിന്റെ വ്യാപാരം. പ്രതികൂലങ്ങൾ ഉയർന്ന വെല്ലുവിളികൾക്ക് നടുവിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇടം കുലുക്കിക്കൊണ്ട് വെളിപ്പെട്ട ദൈവാത്മാവിന്റെ വ്യാപാരം. സ്തോത്രം. രാത്രി പറയട്ടെ, കൊല്ലാൻ പ്ലാൻ ചെയ്തു വെച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ചങ്ങലക്കാരുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസിന് വേണ്ടി ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന സഭയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ മൂന്നാം സ്വർഗത്തിന്റെ അയറയുടെ അതിർത്തിയിൽ നിന്ന് സ്വർഗത്തിന്റെ ഒരു മിലിറ്ററി നേതാവിനെ താഴേക്കിറക്കി വിട്ട് ഒന്നാം കാവലും രണ്ടാം കാവലും കടത്തി വലിയ ഇരുമ്പുവാതിൽ താനെ തുറന്നു പോയപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിലേക്ക് പത്രോസിനെ എത്തിച്ച ദൈവശക്തിയുടെ വ്യാപാരം. പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി ജാഗരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കടൽ മുക്കുവനായ പത്രോസിന്റെ കൺമുൻപിൽ ദർശനം വെളിപ്പെടുത്തി, തുപ്പട്ടിയുടെ ദർശനം വെളിപ്പെടുത്തിയിട്ട് അന്നേക്ക് 28 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്ടാള മേധാവിയായ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ പറഞ്ഞുവിട്ട് പാവപ്പെട്ട പത്രോസിന്റെ അഡ്രസ് കൊർന്നല്യോസ് എന്ന പട്ടാള മേധാവിക്ക് കൊടുത്ത് കൊർന്നല്യോസിനെയും പത്രോസിനെയും തമ്മിൽ ബന്ധിപ്പിച്ച ദൈവശക്തിയുടെ വ്യാപാരം. വിശ്വസിക്കുന്ന നിന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിപ്പാൻ ഇന്ന് രാത്രിയും ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരം. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ നിനക്ക് സ്വാതന്ത്ര്യം തരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം. വിശ്വസിക്കുന്ന നിന്നെ ഈ രാത്രി ആത്മാവാകുന്ന ബലത്താൽ അച്ചാരമായി മുദ്ര വയ്ക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. മരണശേഷം കാഹളത്തിന്റെ ധ്വനിയെങ്കിൽ നിന്റെ കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന് പഞ്ചഭൂതങ്ങളിൽ ലയിച്ചുപോയ നിന്റെ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവസ്ഥലിനെ കൊണ്ടുപോകാൻ ഇന്ന് രാത്രിയും വാദിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരം. വിശ്വസിക്കുന്ന ദൈവമൈതലേ, അനുദിന ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നോട് ആലോചന പറയാൻ ഈ രാത്രിയും നിനക്കായി വാദിക്കുന്നു. സഭ അതിന്റെ നിർണായകമായ പരിശോധനകളുടെ സമയം. സ്വർഗത്തിലെ ശിരസായ ദൈവത്തോട് ആലോചന ചോദിക്കും. ആ ആലോചനയുടെ മുൻപിൽ ശിരസ് ഉയർന്നാൽ സഭയ്ക്കെതിരെ ഒരു ശക്തിക്കും പ്രബലമാകാൻ കഴിയുകയില്ല. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ രാത്രി ഇവിടെയുണ്ട്. ധന്യനായ പൗലോസ്ലീഹ ഒരു പ്രത്യേക പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന സമയം. പത്രോസിന്റെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക ആഗ്രഹം ദൈവസ്ഥൽ വയ്ക്കുന്നു. ആസിയിൽ പോയി പ്രസംഗിക്കാം, ആസിയിൽ പോയി പ്രസംഗിക്കാം എന്ന ചിന്ത മനസ്സിൽ ഉയർന്നപ്പോൾ അന്ധക്കരണത്തിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം, അരുത്, ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. എന്നാൽ പോട്ടെ, ബിഥുന്യക്ക് പോകാം. അത് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വേണ്ട, ബിഥുന്യക്ക് കടന്നു പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു പ്രത്യേക ദർശനം കൺമുൻപിൽ വെളിപ്പെടുന്നു. അന്നറിയപ്പെട്ട ഭൂപ്രകൃതിയുടെ അതിർത്തി വരെ സുവിശേഷത്തിന്റെ കൊടി ഉയർന്നു കഴിയുകയാണ്. എന്നാൽ യൂറോപ്പിന്റെ മണ്ണിലേക്ക് സുവിശേഷം കടന്നു പോകണം. അതിനുവേണ്ടി ദൈവാത്മാവ് ഒരു വെളിപ്പാട് നൽകുകയാണ്. ഇന്ന് രാത്രിയും ആത്മനിയോഗവും വെളിപ്പാടുമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ആത്മനിയോഗവും വെളിപ്പാടുമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? അഭിഷേകത്തിന്റെ ചൈതന്യം അകത്തനുഭവിച്ചറിയുന്ന ദൈവമക്കളുടെ നടുവിൽ ഈ രാത്രിയിൽ ബലഹീനനായ കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, വെളിപ്പാടിന്റെ കലവറ അടഞ്ഞിട്ടില്ല. മുഴങ്കാൽമേൽ ഇരിക്കാൻ വ്യക്തികളുണ്ടെങ്കിൽ നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികൾ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം നിന്റെ നാവിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ രാത്രി യോഗം അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പാടുകൾ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുത്താൻ അവന്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഇന്നേക്ക് ചില ആഴ്ചകൾക്ക് പുറകിൽ ഞാൻ UAE IPC റീജിയൻ കൺവെൻഷനിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കണം. ചില ആഴ്ചകൾക്ക് പുറകിൽ ആ പ്രത്യേക സമയത്ത് പകൽ വളയനാട്ട് ഓടിച്ചോടത്തൊരു വിവാഹശുശ്രൂഷ നടത്തിയതിനു ശേഷം വൈകിട്ടുള്ളൊരു കൺവെൻഷൻ കഴിഞ്ഞ് വെളുപ്പിനെ 4 മണിക്ക് കൊച്ചി ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിച്ചേരണം. അത് പ്ലാൻ ചെയ്തതിനു ശേഷം ഞാൻ ഉച്ച കഴിഞ്ഞ് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു.
ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഒരു പ്രത്യേക ദർശനം കൺമുൻപിൽ വെളിപ്പെട്ട് വരികയാണ്. ആ ദർശനം ഇതാണ്: 3 ഭീകര മൃഗങ്ങൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ വാഹനത്തിന് മുൻപിൽ എത്തി നിൽക്കുന്നു. 2 മൃഗങ്ങൾ ആക്രമിക്കാൻ പ്ലാൻ തയ്യാറാക്കി വാഹനത്തിന്റെ പിൻപിലേക്ക് നീങ്ങുന്നു. ഒരു പ്രധാന മൃഗം എന്റെ വാഹനത്തിന്റെ മുൻപിൽ നിന്ന് പെട്ടെന്ന് വണ്ടിയുടെ മുകളിലേക്ക് ചാടിക്കയറുന്നു. ലിറ്ററലായി, അക്ഷരീയമായി ഞാൻ കാണുകയാണ്. അതിന്റെ രോമങ്ങൾ എഴുത്തു നിൽക്കുന്നത് പോലും എന്റെ കണ്ണുകൊണ്ട് കാണുന്ന രംഗം ഞാൻ ഓർക്കുന്നു. വേഗം ഇത് ഗ്ലാസ് അടിച്ചു തകർത്ത് വണ്ടിക്കകത്തേക്ക് ഈ മൃഗം കയറുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എങ്ങനോ ഇത് വാഹനത്തിന്റെ മുകളിലൂടെ സ്ലിപ്പ് ചെയ്തു പോയി. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥനയിൽ ഉണർന്നപ്പോൾ എന്റെ ചെവിയിൽ ഒരു ശബ്ദം മുഴങ്ങുന്നു: നാളത്തെ നിന്റെ യാത്രയ്ക്ക് നേരെയും അടുത്ത ദിവസങ്ങളിലെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേരെയും ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ എന്റെ മുൻപിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ ശുശ്രൂഷയ്ക്കും നിന്റെ ഭാവിക്കും നേരെ ഇരുട്ടിന്റെ ശക്തികൾ എത്ര പദ്ധതികൾ തയ്യാറാക്കിയാലും പ്രാർത്ഥിക്കാൻ മുഴങ്കാന്മേലിരുന്നാൽ അവയെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. എന്റെ പുറകിൽ ഉയർന്നിൽക്കുന്ന ലൂസിഫറിന്റെ കരമല്ല, എന്റെ പുറകിൽ ഉയർന്നിൽക്കുന്നതിനെ വിളിച്ചവന്റെ കരമാണെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ചില അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ദൈവത്തിന്റെ കരം ഉയരും. രാത്രി പ്രസംഗം കഴിഞ്ഞു. ചില മിനിറ്റുകൾ മാത്രം ഒന്ന് വിശ്രമിച്ച് 2 മണി 2:30 റാന്നിയിൽ നിന്ന്, വലികാവിൽ നിന്ന് വണ്ടിയെടുത്ത ഡ്രൈവർ വന്നു. ഞങ്ങൾ യാത്രയായി. പത്തനംതിട്ട അതിവേഗം വണ്ടി പാസ് ചെയ്യുന്നു. പെട്ടെന്ന് അല്പം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്റെ മുൻപിൽ വണ്ടി അതിവേഗം ചവിട്ടിയിട്ട് ഡ്രൈവർ പറഞ്ഞു: സാറേ, പാസ്റ്ററേ, പോയി, തീർന്നു, എല്ലാം തീർന്നു. എന്നെ പറ്റി? ഒരു സൈക്കിളുകാരനെ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ട്, പൊങ്ങിത്തെറിച്ചു വീണിട്ടുണ്ട്. ഞാൻ വേഗം, അദ്ദേഹം വളരെ വൈഷമ്യത്തോട് ഇത് പറയുമ്പോൾ ഞാൻ സീറ്റിൽ നിന്ന് ഇറങ്ങി പുറകോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു മനുഷ്യൻ വഴിയുടെ നടുക്ക് ഒരു പേപ്പർ കഥയെ തുണിക്കഷണം പോലെ കിടക്കുകയാണ്. അയാളുടെ തല ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്ന് വിറച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും രീതിയും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നേരെ കാറിന്റെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു. കാറിന്റെ മുൻപിൽ ഞാൻ പറഞ്ഞു: എവിടൊക്കെയാ മുറിവെന്നും നോക്കാം. അപ്പോൾ കാറിന്റെ മുൻപിലേക്ക് വന്ന് കൈകാലുകൾ കുടഞ്ഞിട്ട് അദ്ദേഹം നിന്നിട്ട് പറയുക: സാറേ, എനിക്കൊന്നും പറ്റിയില്ല. സ്തോത്രം. അദ്ദേഹം കയ്യും കാലും ഒക്കെ നീട്ടിക്കുടഞ്ഞിട്ട് പറഞ്ഞു: എനിക്കൊന്നും പറ്റിയില്ല. ശരീരം ആസകലം നോക്കിയപ്പോൾ ഒരു മുറിവുമില്ല. സൈക്കിൾ താൻ തന്നെ എടുത്തുകൊണ്ട് നേരെ വന്നിട്ട് പറഞ്ഞു: സാറേ, ഈശ്വരൻ സഹായിച്ച് എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ നിലവിൽ പറയട്ടെ, ചില പ്രതികൂലങ്ങളെ ഒഴിച്ചു മാറ്റാൻ ദൈവത്തിന്റെ കരം ഉയർന്നാൽ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഉയർന്നിൽക്കുന്ന പോരാട്ടങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഉയർന്നാൽ ഇന്ന് രാത്രി ഇതിനെ റദ്ദാക്കാൻ അവന് കഴിയുമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ രാത്രി തൽക്കാലം പ്രതികൂലമെന്ന് തോന്നിയാലും ഒടുവിലെത്തിയ അധ്യായം നിനക്ക് ജയമായിരിക്കത്തക്ക വിധം അവന്റെ കരം നിനക്കായി ചലിക്കുന്നുണ്ട്. ഇത് അമ്മൂമ്മ കഥയല്ല, ഇത് മായാവി കാഴ്ചയല്ല. ആത്മനിയോഗത്തിനായി കൊതിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. ചില നിയോഗങ്ങൾ നിന്റെ കൺമുൻപിൽ തന്ന് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ ആരാധനയ്ക്കെതിരെ ഉയർന്നിൽക്കുന്ന പ്രതികൂലങ്ങളെ മുറിക്കാൻ കർത്താവിന് കഴിയും. എന്തിന്? ഈ ദൈവദാസൻ പ്രാർത്ഥനാനിരതനായപ്പോൾ ആ ദർശനത്തിന്റെ മുൻപിൽ അടുത്ത ദിവസം താൻ നേരെ ഫിലിപ്പിയിലെത്തി. ഒരു സുവിശേഷകന്റെ പാദം ആദ്യമായി ഒരു രാജ്യത്ത്, ഫിലിപ്പിയിൽ അഥവാ യൂറോപ്പിൽ പതിയുകയാണ്. പ്രാർത്ഥനാ സ്ഥലം എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് പ്രാർത്ഥനാ സ്ഥലത്തിന് വേണ്ടി തിരക്കിയപ്പോൾ പുഴവക്കത്തിരുന്ന് ഒരുപറ്റം സഹോദരിമാർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയി. പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് ദൈവം അദ്ദേഹത്തിന്റെ പ്രസംഗത്താൽ ആ ലുദിയയുടെ ഹൃദയം തുറന്നു. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക. അല്പം ചരിത്രം എന്റെ ശ്രോതാക്കൾ ഗ്രഹിക്കണം. അത് ഈ കാലഘട്ടത്തിന്റെ കൂടെ ആവശ്യമാണ്. ഒരിടത്ത് ദൈവപ്രവൃത്തി നടക്കും എന്ന് വിചാരിച്ചാൽ, ഒരിടത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കും എന്ന് തെളിവായാൽ നിശ്ചയമായും ഇരുട്ടിന്റെ ശക്തികൾ അവന്റെ കരം ഉയർത്തിയിരിക്കും. എന്നാൽ ഒടുവിലത്തെ ജയം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കുള്ള ജയമായിരിക്കും. ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. കൈകെട്ടി കാലിൽ നീട്ടിയിരുന്ന് ഉറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ വാഗ്ദത്വത്തിനും നിന്റെ ശുശ്രൂഷയ്ക്കും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കും പോരാട്ടം ചില പ്രത്യേക വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രിയും വാദിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളുണ്ട്.
ദൈവജനം പ്രത്യേകം തിരിച്ചറിയണം. ആ പ്രതികൂലങ്ങളെ ജയിപ്പാൻ കഴിയണമെങ്കിൽ നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചേ മതിയാകൂ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കരം ഇന്ന് രാത്രി ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ രാത്രി ശ്രദ്ധിക്കണേ, എന്റെ ദൈവത്തിന്റെ കരം എന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്നും ആ ഇരുട്ടിന്റെ ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും ഒടുവിലത്തെ വിജയം പ്രാർത്ഥിക്കുന്ന എനിക്കുള്ളതായിരിക്കുമെന്നും ബോധ്യമുള്ള ദൈവമക്കളുടെ കരങ്ങൾ സ്തോത്രത്തോടെ ഉയരുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ഈ രാത്രി അഭിഷേകത്തിന്റെ അധികാരം അകത്തു പ്രാപിച്ച ദൈവമക്കൾ ഓർക്കണം, നിന്റെ നാവിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്നാൽ പ്രാർത്ഥനയുടെ നിയോഗം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഓർക്കുക, ചിലർ തകർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവറ്റകളുടെ മേൽ ജയമെടുക്കത്തക്ക അഭിഷേകം ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ച് ശ്രദ്ധിക്കുക, ഒരു യുദ്ധം ഇവിടെ നടക്കാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കണേ, ഒന്നുകിൽ നക്കിക്കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ഇതാണ് സാത്താന്റെ പദ്ധതി. ഒന്നുകിൽ തക്കിക്കൊല്ലുക, തലോടി തലച്ചോറ് തകർക്കുക എന്ന അതേ പതിരില്ലാത്ത പഴഞ്ചൊല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തലോടി തലച്ചോറ് തകർക്കുക. തലോടുന്നത് നന്നാക്കാനാണെന്ന് തോന്നും, പക്ഷേ തലോടലിന്റെ അർത്ഥവും ഉദ്ദേശവും തലച്ചോറ് എടുക്കാനാണ്. ഈ രാത്രി ഓർക്കുക, നിന്നെ നന്നാക്കാനെന്ന ഭാവത്തിനടുത്തുകൂടി നിന്നെ തകർക്കാൻ തന്ത്രമൊരുക്കിയിരിക്കുന്ന പാതാള ശക്തികൾ പട്ടണത്തിന് മുകളിൽ വ്യാപരിക്കുന്നുണ്ട്. അവറ്റകളെ ബന്ധിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇവിടെ അല്പം ചരിത്രം എന്റെ സഹോദരങ്ങൾ ഗ്രഹിക്കണം. ഫിലിപ്പിയ പട്ടണത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഫിലിപ്പിയിലെ ഏറ്റവും വലിയൊരു ആരാധനാലയമാണ് തൊട്ടടുത്ത മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ദേവാലയം. പെർസിസ് പർവ്വതം എന്നാണ് ഹിസ്റ്ററിയിൽ ആ സ്ഥലത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. പെർസിസ് പർവ്വതം. പെർസിസ് പർവ്വതത്തിലെ ഏറ്റവും പുരാതനമായ പ്രതിഷ്ഠയുണ്ട്. പൈഥോയുടെ പ്രതിഷ്ഠ എന്നാണ് അതിനെ വിളിക്കുന്നത്. പൈഥോ എന്നുള്ളത് ഗ്രീക്ക് കഥാപാത്രത്തിൽ അപ്പോളോ കൊന്ന ഒരു മഹാസർപ്പമാണ്. ആ മഹാസർപ്പത്തിന്റെ പ്രത്യേകത ഭാവി പറയലാണ്. ഏത് വ്യക്തികൾ മുൻപിൽ വന്നാലും ഈ പൈഥോ എന്ന പെരുമ്പാമ്പ് മനുഷ്യ ശബ്ദം പോലെ ആ വ്യക്തികളോട് ഭാവി പറഞ്ഞിരിക്കും എന്നാണ് ഗ്രീക്ക് കഥാപാത്രത്തോട് ബന്ധപ്പെട്ട ഐതിഹ്യം. എന്നാൽ ഒരിക്കൽ അപ്പോളോ എന്ന ഈ ഗ്രീക്ക് കഥാപാത്രം ഈ പൈഥോയെ കൊന്നപ്പോൾ പൈഥോയിൽ വ്യാപരിച്ച ഭാവി പറയാനുള്ള ശക്തി അപ്പോളോയുടെ മേൽ പങ്കിട്ടു. അങ്ങനെ ആ പ്രതിഷ്ഠയെ അപ്പോളോ പൈഥോ എന്ന പേരിൽ അറിയപ്പെട്ട് പെർസിസ് പർവ്വതത്തിന് മുകളിൽ ഒരു മഹാസർപ്പത്തിന്റെ പ്രതിഷ്ഠാശക്തിയായി അത് നിലകൊള്ളുകയാണ്. അവിടെ സാധാരണ പെൺകുട്ടികളെ അടിമ വയ്ക്കാറുണ്ട്. ആ പെൺകുട്ടികൾ അടിമ വയ്ക്കപ്പെട്ടാൽ അസാധാരണമായ ഭൂതാവേശത്താൽ ആ പെൺകുട്ടികൾ ബന്ധിക്കപ്പെടും. ആ ബന്ധിക്കപ്പെട്ട പെൺകുട്ടികളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തിയുണ്ട്. അതീന്ദ്രിയ ശക്തി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ മുൻപിൽ ആരെങ്കിലും വന്നുപെട്ടാൽ അവരുടെ ഉള്ളറകളിലെ ഉള്ളിലിരിപ്പ് അതുപോലെ എടുത്തു പറയാൻ ഈ പെൺകുട്ടികൾക്ക് വിശേഷ ശക്തിയുണ്ട്. അങ്ങനെ ആ നാടിനെ അടക്കി ഭരിക്കുകയാണ് ഈ ദുഷ്ടവ്യാപാര ശക്തി. ഫിലിപ്പിയൻ പട്ടണത്തെ അടക്കി ഭരിക്കുന്ന ദുഷ്ടവ്യാപാര ശക്തി. രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്ന യുവക്കളുടെ വിളിച്ചു പറയട്ടെ, എത്ര വലിയ പ്രാദേശിക മേഖലയെ അടക്കി വാണാലും പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഒരിക്കലും ഉയർപ്പ് നടക്കരുതെന്ന് പറഞ്ഞ് ഉരുട്ടി മുദ്രവെച്ച കല്ലുകളോടെ റോമൻ പടയാളികൾ കാവൽ നിൽക്കുമ്പോൾ 3-ാം ദിവസം കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന് തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയ വ്യാപാര ശക്തിയാണ് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ബലത്തോടെ വ്യാപരിക്കുന്നതെങ്കിൽ സ്തോത്രം. ദ്യോവിൽ നിന്ന് പൊട്ടി വീണ നിരവധി ക്ഷീരവധങ്ങളുള്ള ഒരു രൂപത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അർത്തമീസിന്റെ ഡയാനയുടെ ശക്തി ഇരുന്നു വാഴുന്ന മേഖലയിൽ പൗലോസ് ദൈവത്തിന്റെ വചനം തുറന്നപ്പോൾ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീവെടുക്കത്തക്ക വിധം ക്ഷുദ്രപ്രയോഗത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കിവാണ അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ച ദൈവശക്തിയാണ് ഇന്ന് രാത്രി കല്യാണിമുക്കിൽ വിശ്വസിക്കുന്ന ദൈവവൈദ്യരെ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നതെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ഇവൾ പുറകെ വന്നു. ആരാ? പെർസിസ് പർവ്വതത്തിലെ അപ്പോളോ പൈഥോയുടെ സ്പിരിറ്റിനാൽ വ്യാപരിക്കപ്പെട്ട പെൺകുട്ടി പുറകെ വന്നു പറയാൻ തുടങ്ങി, ഇവർ അത്യുന്നതന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. ഞാൻ രാത്രി എന്റെ ശ്രോതാക്കളുടെ ചോദ്യം ചോദിക്കട്ടെ. തികച്ചും അക്രൈസ്തവ പശ്ചാത്തലത്തിൽ കത്തി നിൽക്കുന്ന എതിർപ്പിന് നടുവിൽ നമ്മുടെ ഒരു സുവിശേഷകൻ ആദ്യമായി ഒരു കർത്തൃദാസന്റെ പാദം ഒരു പട്ടണത്തിൽ പതിയുകയാണ്. ആ കർത്തൃദാസനെതിരെ അതിശക്തമായി പല്ലും നഖവും കൊണ്ട് എതിർക്കാൻ ശക്തികൾ കാത്തു നിൽക്കുമ്പോൾ
ആ ആരാധനാ കേന്ദ്രത്തിലെ ഒരു പ്രധാന കാർമ്മികൻ ഇറങ്ങി വന്ന് ഇവൻ അത്യുന്നതന്റെ ദാസൻ, രക്ഷാമാർഗമാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? പ്രാർത്ഥനയുടെ ഫലം തമ്പുരാൻ ഇവിടെ മുട്ടിച്ചില്ല, അടുത്ത ദിവസം മുട്ടുമടക്കുമ്പോൾ കൂടെ ഒരാളിനെ കിട്ടാനില്ലാതിരിക്കുമ്പോൾ ഇത്ര കൃത്യമായി വെളിപ്പാട് പറയുന്ന ഒരാളിനെ കൈ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് ദൈവപ്രവൃത്തിയല്ലാതെ മറ്റെന്താ എന്ന് പറഞ്ഞ് തോളെ കൈയിടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണേ, ഒന്നുകിൽ നക്കിക്കൊല്ലുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ഇത് സാത്താന്റെ സമരതന്ത്രമാണ്. പറയുന്നത് നല്ലതാണോ നല്ല വിഷയം, പറയാൻ പ്രേരിപ്പിച്ച ആത്മാവ് നല്ലതാണോ എന്നാ വിഷയം. ഇന്ന് രാത്രി വിവേചനവരം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറയാൻ പ്രേരിപ്പിച്ച ആത്മാവിന്റെ ഉറവിടത്തിന് പുറകിൽ വ്യാപരിച്ച പൈശാചിക ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ട് അവളെ ശാസിച്ചു കഴിഞ്ഞു. ശാസിച്ചപ്പോഴേക്കും അവളിലുള്ള ദുരാത്മാവ് വിട്ടുമാറി. ഞാൻ ചിന്തിക്കുന്നത്, ജനം മുഴുവൻ കാത്തു നിൽക്കുന്ന സമയം അവൾ ഭൂതഗ്രസ്തയായി, അവൾ ക്ഷിപ്രഭാവത്തോടുകൂടെ ചേഷ്ടകൾ കാട്ടി വികൃതമായി നിലത്ത് വീണു. അപ്പോഴേക്കും രംഗമിളകി. നാട്ടുകാരുടെ മധ്യത്തിൽ യജമാനന്മാർ ശത്രുക്കളായി മാറി. ഇന്ന് രാത്രി ഓർക്ക്, അടുത്ത മണിക്കൂറുകളിൽ അടിച്ച് ഒരടി അടിച്ചാൽ തൊലിയുരിയും, അടുത്തയടിയിൽ പച്ചമാംസം കിറുകിറപ്പറയുന്ന അടിയേറ്റ് രണ്ട് കാലുകളും ആമത്തിലിട്ട് രണ്ട് കൈകളും ചങ്ങലയ്ക്കിട്ട് ആ രാത്രിയിൽ കർത്തൃദാസന്മാർ കിടക്കുന്ന കാഴ്ച എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കണ്ണ് തുറന്നു നോക്കി. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ഇപ്പോൾ പൗലോസും ശീലാസും കൂടെയുള്ള സ്വകാര്യ സംഭാഷണം നിങ്ങൾക്കൊന്ന് ഒപ്പിയെടുക്കാമോ? നമ്മളായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? പൗലോസേ, ഇതാണോ ആസ്യയിൽ വിലക്കിയത്? ഇതാണോ വിതുന്യയ്ക്ക് പോകാൻ പരുവത്തെന്ന് പറഞ്ഞത്? അല്ല, ഇതാണോ നീ കണ്ട വെളിപ്പാട്? ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. പ്രാർത്ഥിച്ച് നേടിയ ചില വിഷയങ്ങൾക്ക് നടുവിൽ വേദനയുടെ കയ്പനുഭവിക്കുമ്പോൾ ദൈവം നിന്നെ കൈവിട്ടു എന്നുള്ളതിന്റെ തെളിവല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുകയാണെന്നുള്ളതിന്റെ തെളിവാണ്. ശത്രുവിന്റെ പദ്ധതി ആദ്യം ജയിച്ചെന്ന് തോന്നും, എന്നാൽ ഒടുവിലത് പരാജയപ്പെടും. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ ദൈവത്തിന്റെ പദ്ധതി ആദ്യം തോറ്റെന്ന് തോന്നും, ഒടുവിലത് ജയിക്കും. വിശ്വസിക്കുന്ന നിങ്ങൾ എത്ര പേർ ഈ രാത്രി ആത്മാവിൽ കാണും? പ്രാർത്ഥിച്ച് നേടിയ നിന്റെ കുടുംബ വിഷയം, പ്രാർത്ഥിച്ച് നേടിയ നിന്റെ തലമുറയുടെ ജോലി, പ്രാർത്ഥിച്ച് നേടിയ നിന്റെ ഭവനത്തിന്റെ ഭാവി, പ്രാർത്ഥിച്ച് നേടിയ നിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി സഹിക്കാൻ കഴിയാത്ത ചില വേദനകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ ദൈവം നിന്നെ കൈവിട്ടു എന്നുള്ളതിന് തെളിവല്ല. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കഷ്ടതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ കൈപ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നീ ഇന്ന് രാത്രി കടന്നു പോകുന്ന ശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഈ രാത്രി കഷ്ടതയ്ക്ക് നടുവിൽ കൈകെട്ടിയിരുന്ന് വേദനിക്കുകയല്ല ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുന്നതിന്റെ അധരങ്ങളിൽ ആരാധന ഉയരണം. ഞാനിന്ന് രാത്രി ഒരു ദൂത് പറയട്ടെ. ശോധനയ്ക്ക് നടുവിൽ ആരാധിക്കണമെങ്കിൽ ആനന്ദത്തിന്റെ ഉറവിടം മണ്ണായിരിക്കരുത്, വിണ്ണായിരിക്കണം. അടിയേറ്റ് പുറം തകർന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭക്തന്മാർക്ക് ആരാധിക്കാൻ കഴിയണമെങ്കിൽ ആരാധനയുടെ പുറകിൽ പ്രേരിപ്പിച്ച ഘടകം അനുകൂല സാഹചര്യത്തിന്റെ അന്തരീക്ഷമല്ല. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ശോധനയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ വാഗ്ദത്വത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ നാവ് തുറന്ന് ആത്മാവിന്റെ ബലത്തോടെ ബന്ധിക്കാൻ ഈ രാത്രി നിന്റെ പുറകിൽ അധികാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. എത്ര ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കും? എന്റെ നാവിൽ രാത്രി പ്രാർത്ഥനയുടെ അധികാരം ഉയർന്നാൽ ഈ ഇളകി മറിയുന്ന വിഷയത്തിന് നടുവിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്ന ദിവസങ്ങൾ ഞാൻ നേരിട്ട് കാണും. ഈ ദൂതിന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ എഴുതി വെച്ചുകൊള്ളുക, ഈ ശോധന അന്ത്യമല്ല, ഇതിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ മോനും എന്റെ മോളും മരുമകനും 3 കുഞ്ഞുങ്ങളും കൂടെ യാത്ര പോയിരിക്കുന്ന സമയത്ത് എന്റെ രാത്രിയിലത്തെ ഗാഠമായ നിദ്രയ്ക്ക് നടുവിൽ ആരോ എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റിരുന്ന് തലമുറകളുടെ വിടുതലിനായി പ്രാർത്ഥിക്കുക. ഞാനിന്ന് രാത്രി നിയോഗത്തോടെ പറയട്ടെ, ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ലാതെ നീ ഗാഠമായി ഉറങ്ങുമ്പോൾ നിന്റെ ഉറക്കം തടഞ്ഞതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് അന്ധക്കരണത്തിലൊരു നിയോഗം കിട്ടുന്നുണ്ടെങ്കിൽ വരാൻ തുടങ്ങുന്ന ഏതോ അനർത്ഥത്തെ ഒഴിവാക്കാൻ
എന്റെ ദൈവം നിന്റെ നാവിനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന്റെ തെളിവാണ് ഈ ദൂത്. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് രാത്രി ആലോചന പറയുന്നു. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ചില വിഷയങ്ങൾ നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഈ രാത്രി ആഗ്രഹമുണ്ട്. അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളറകളോട് ദൈവത്തിന് ആത്മാവ് രാത്രി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര പേർ രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ നിയോഗം എനിക്ക് വെളിപ്പാടുകൾ തരണം, അനർത്ഥങ്ങളെ ഒഴിവാക്കുന്ന ദൈവത്തിന്റെ കരം. ഞാൻ പറയട്ടെ, അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ വേണം. നിയോഗം കിട്ടിയത് അടയാളം ചോദിച്ചുകൊണ്ടാ. കിണറ്റിൻകരയിൽ അടയാളം ചോദിച്ചു. എന്തിന്? പുരോഹിതന്മാർക്ക് ദൈവഹിതം അറിയണം. ഊറിയും തുമ്മിയും രത്നക്കല്ലുകളുടെ അടയാളം ചോദിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാം, ഗീതയോടെ ദൈവഹിതം അറിയണം. തുകൽ വിരിച്ചുകൊണ്ട് അടയാളം ചോദിക്കുന്നു. യൂദ കെട്ടിഞ്ഞാന്ന് ചത്ത സ്ഥാനത്തേക്ക് ഒരാളിനെ വേണം. ചീട്ടിട്ട് അടയാളം ചോദിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഇടാൻ ചീട്ടില്ല, നിനക്ക് നോക്കാൻ മേഘമില്ല, നിന്നോട് സംസാരിക്കാൻ ഊറിയും തുമ്മിയും രത്നക്കല്ലുകളില്ല, നിനക്ക് വിരിക്കാൻ തുകലില്ല. എന്നാൽ സെഹിയോൻ മാളിക മുറിയിൽ കൊടുമുഴക്കത്തോടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന നിന്റെ അകത്ത് വസിച്ചുകൊണ്ട് ചിലതിനെ വിലക്കത്തക്ക വിധം, ചിലതിനെ പറഞ്ഞയക്കത്തക്ക വിധം ഇന്ന് രാത്രിയും അടയാളത്തോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ള ആലോചനയായി കുറിച്ചു വെച്ചുകൊള്ളുക, ഓർത്തുകൊള്ളുക. ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് നിയോഗം നൽകി എഴുന്നേൽപ്പിക്കും. ഈ അമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ സമയം 2 മണി അടുത്തു. ഭിത്തിയിൽ നോക്കിയപ്പോൾ അതേ ക്ലോക്കിൽ നോക്കിയപ്പോൾ 2 മണി. ചില മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ടായി. എന്റെ പേന കൊണ്ട് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിൽ ഒരു വൃത്തം വരച്ചിട്ട് ടൈം കൂടി എഴുതി വെച്ചതിന് ശേഷം ഞാൻ കിടന്നു. രാത്രി കിടന്നുറങ്ങുകയാ. കർത്താവിന് സ്തോത്രം. എന്നാൽ രാവിലെ അതിപ്രഭാതത്തിൽ എന്റെ കുഞ്ഞുങ്ങളും എന്റെ മക്കളുമൊക്കെ എത്തി. പക്ഷെ അവർ പറഞ്ഞൊരു സംഭവം, വണ്ടി അതിവേഗം ഈ സമയം ഹൈവേയിലൂടെ പാഞ്ഞു വരികയാണ്. ഒരു ഓവർ ബ്രിഡ്ജ് കയറി താഴേക്ക് ഇറങ്ങുന്ന വണ്ടി തൊട്ട് താഴേക്ക് ഒരു വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി. വണ്ടിയുടെ നിയന്ത്രണം പോയി. വണ്ടിയുടെ നിയന്ത്രണം വിട്ടു. എന്തിന്? ഈ വണ്ടി തൊട്ടിടത്തുവശത്തെ ഒരു ഡിവൈഡർ തകർത്ത് തൊട്ട് ഇടത്തൂടെ ഒഴുകുന്ന ഒരു നദിയുടെ പാലത്തിന്റെ സൈഡിലുള്ള ഡിവൈഡറിന്റെ മുകളിലേക്ക് ഈ വലിയ വണ്ടി പറന്നു പറ്റി. എന്നിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ആറ്റിലേക്ക് ആടുകയാണ്, ഇതിന്റെ മറുഭാഗം കരയിലേക്ക് നീങ്ങുകയാണ്. അവിടെ ഇരുന്ന് ഈ ദൈവദാസരിയുടെ മകളും മരുമകനും കുഞ്ഞുങ്ങളും അലറി നിലവിളിച്ചു. ഓർക്കണം, നടന്ന സംഭവമാ. ഈ സമയം പോലീസ് സംവിധാനത്തിലൂടെ പെട്ടെന്ന് ഈ വണ്ടി ക്ലിപ്പ് ചെയ്ത് കരയിൽ വെച്ചു. സ്തോത്രം. കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ചോദിച്ചു, ഈ വിജന സ്ഥലത്ത്, ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ വണ്ടി ഇവിടെ പോയ കാര്യം നിങ്ങളോടാര് പറഞ്ഞു? അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ആ നിർത്തിയിട്ടിരിക്കുന്ന കാറുകാർ ഞങ്ങളെ വിളിച്ചതാണ്. അവരോട് ചോദിച്ചു, ഇത് ഇവിടെ വീണ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ വണ്ടി ഇങ്ങനെ ഓടിച്ചു വരുമ്പോൾ ഒരു വെള്ളവസ്ത്രം ധരിച്ച നരച്ച താടിയുള്ള ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യനോട് നിന്നിരുന്നു. അയാൾ കൈ കാണിച്ചിട്ട് പറഞ്ഞു, താഴേക്കൊരു വണ്ടി പോയിട്ടുണ്ട്, എത്രയും വേഗം പോലീസിൽ അറിയിക്കണം. നിങ്ങളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് ഈ പരിസരം മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടേയില്ല. മനസ്സിലാക്കി എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഞാൻ അനുഭവം പ്രാപിച്ച ദൈവമക്കളോട് പറയാം, എന്റെ ദൈവത്തിന്റെ കരം നിന്നെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന സമയം, നിന്റെ കുടുംബത്തിന് വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളെ ആത്മാവിൽ ഒഴിവാക്കാൻ വേണ്ടി നിന്നോട് ബന്ധമില്ലാത്ത ചില വ്യക്തികളെ പ്രാർത്ഥനയ്ക്കായി തട്ടി ഉണർത്തുകയും വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ ദൂതന്റെ കരങ്ങൾ ഇറങ്ങി വന്ന് ചലിക്കുകയും ചെയ്യും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ രാത്രി ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ആത്മനിയോഗം അനുഭവിച്ചറിയുന്ന ദൈവവൈതലേ, നിന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന ചില വിഷയത്തിന് നടുവിൽ ഏകാന്തതയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് രാത്രി ആലോചന പകരം പറയുന്നു. മറക്കരുത്, ചില അപകടകരമായ അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ഈ രാത്രി അവന്റെ കരം ഇവിടെ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി പോരാടി തുടങ്ങുന്ന രാത്രിയായിരിക്കട്ടെ. എന്റെ പിന്നിലിരിക്കുന്ന കർത്തൃദാസന്മാരും എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ഒരുപോലെ ഇന്ന് രാത്രി ആത്മാവിൽ യുദ്ധം ചെയ്യണം. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില പ്രതികൂലങ്ങൾ നിന്റെ കുടുംബത്തിന്റെ പുറകിൽ ഇന്ന് രാത്രി തളം കെട്ടി നിൽക്കുകയാണ്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചിലത് ഇന്ന് രാത്രി നിന്റെ ദൈവപ്രവൃത്തിയെ തടഞ്ഞുകൊണ്ട് എതിരെ നിൽക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുവാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഇടത്താളുകൾ മൗനമായിരിക്കുന്നെന്നോ വലത്താളുകൾ മിണ്ടാതിരിക്കുന്നെന്നോ ഓർക്കാതെ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്തൊരു നിയോഗം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഈ കൺവെൻഷൻ പന്തലിന്റെ അകത്ത് തന്നെ ദൈവസാന്നിധ്യം ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യം ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസറിയുടെ ശക്തിയേക്കാൾ ഈന്തലിന്റെ ചുവട്ടിൽ നിന്ന് കരഞ്ഞ ദെബോരയുടെ കണ്ണുനീർ തുള്ളികൾക്ക് വില കൽപ്പിക്കത്തക്ക വിധം ശത്രുവിന്റെ കുതിരക്കാലുകളെ മുറിച്ചു കളയാൻ എന്റെ ദൈവത്തിന്റെ ദൂതവ്യൂഹങ്ങൾ എഴുന്നേറ്റത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന അമ്മേ, ഇവിടെ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന കർത്തൃദാസ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ വാഗ്ദത്തത്തിന് നേരെ, ദൈവം നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്ക് നേരെ, നിന്റെ ദാമ്പത്യ ബന്ധത്തിന് നേരെ ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി കരുതി വച്ചിരിക്കുന്ന ചില കണികളെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ബന്ധിക്കാൻ വിശ്വസിക്കുന്ന നിന്റെ മേൽ ഈ രാത്രി ആത്മീക അധികാരം വ്യാപരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇന്ന് പ്രാർത്ഥനയിൽ പോരാടട്ടെ. നാളെ രാത്രിയല്ല, അത് 9 മണി കഴിഞ്ഞല്ല, ഇന്ന് രാത്രി 8:45 സമയം പ്രാർത്ഥനയ്ക്ക് ചില നാവുകൾ ചലിക്കുമെങ്കിൽ, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കണ്ണുകളുടെ മേൽ എന്റെ ദൈവത്തിന്റെ ദർശനം വ്യാപരിക്കുന്നു. അബ്ദൽ ഘടകനാ ദിഗജകൾ ഘടകന ഉദരാധികനയാരകൾ ഘടകനാധികനയാരകനക ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവി രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ തോളിൽ തട്ടി ദൂത് പറയുന്നു. അനർത്ഥം കൺമുൻപിൽ എത്തുന്നതിന് മുൻപ് പ്രാർത്ഥനാമുറിയിൽ നിയോഗത്തിനായി കയറേണ്ടതിന് ദൈവാത്മാവി രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ആത്മാവിൽ കൊട്ടി ഉണർത്തുകയാണ്. ഈ രാത്രി ഉറങ്ങുന്ന ദൈവവൈതലെ നീ ആത്മാവിൽ ഉണരാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രി ആലോചന പറഞ്ഞു തരികയാണ്. ഈ രാത്രി ഓർക്കുക, ഉറങ്ങിയ ശിംശോന്യനാണ് ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം നഷ്ടപ്പെട്ടത്. ഉറങ്ങിയ സീസറയുടെ ചെവിയിലാണ് ആ ദൈവത്തിന്റെ സ്തോത്ര കൂടാരത്തിന്റെ കുറ്റി തറച്ചു കയറിയത്. നീ ഇന്ന് രാത്രി ആത്മാവിൽ ഉറക്കമാണെങ്കിൽ നിന്റെ വാഗ്ദത്തങ്ങൾ ചിലതിനെ തകർക്കാൻ ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. എന്നാൽ പ്രാപിച്ച ദൈവകൃപയോടെ ഈ രാത്രി ആത്മാവിൽ ഉണരുക. നിന്നെ കുറിച്ചുള്ള പ്രതികൂലങ്ങളെ മുറിച്ചു മാറ്റാൻ നിന്റെ നാവിനെ ദൈവത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സംഭവങ്ങൾ, എത്ര സംഭവങ്ങൾ. 2ാം ലോകമഹായുദ്ധം തുടികൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയം, 2ാം ലോകമഹായുദ്ധം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയം സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വസ്തുത വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷ നിന്റെ ജീവിതം കൊണ്ട് നിർവഹിക്കേണ്ടതിന് ഏറ്റെടുത്തതിന് ശേഷം ഭൗതിക നേട്ടത്തിന്റെ വഴിയിലൂടെ കടിഞ്ഞാണ് പൊട്ടിയൊരു കാട്ടുകുതിരയെപ്പോലെ വഴിമാറി യാത്ര ചെയ്യാനാണ് ഭാവമെങ്കിൽ കൈപ്പോടെ കരയുന്ന ചില കറുത്ത അധ്യായങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊയ്തെടുത്തിട്ട് മടങ്ങി വരത്തക്ക വിധം ദൈവം കരം ചലിപ്പിക്കും. അതിന് തയ്യാറാകാതിരിക്കണമെങ്കിൽ ഈ രാത്രിയെ പാദത്തിൽ വീഴുക, ദൈവഹിതം ഏറ്റെടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ചെറുപ്പക്കാരൻ മാതാവ് പറഞ്ഞു, മോനെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി കർത്തൃവേലയാ. പക്ഷേ അവൻ പൈലറ്റാകാൻ പഠിച്ചു. ആ പൈലറ്റായി അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആ രാജ്യത്തെ മാതാവ് അർദ്ധരാത്രി ഉറങ്ങിക്കിടക്കുമ്പോ ആരോ തട്ടി ഉണർത്തുന്നത് പോലെ എഴുന്നേറ്റിരുന്ന് മകന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതിന് സമാന സംഭവം. അമ്മച്ചി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭാരം മനസ്സിൽ ഉയരുകയാണ്. ഒരു നനഞ്ഞ കമ്പിളി ദേഹത്തിട്ടിരിക്കുന്നത് പോലുള്ള വേദന ഹൃദയത്തെ ഭരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, പ്രാർത്ഥനയുടെ ഭാരം അകത്തനുഭവിക്കുന്ന ചില അമ്മമാർ ഇതിനകത്തിരിപ്പില്ലേ? പ്രാർത്ഥനയുടെ ഭാരം അകത്തനുഭവിക്കുന്ന പിതാക്കന്മാർ ഇതിനകത്തിരിപ്പില്ലേ? ആവശ്യമില്ലാത്ത സമയം നിന്റെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിയോഗം തരുന്നുണ്ടെങ്കിൽ ഏതോ അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ദൈവത്തിന്റെ നാവിനെ ഉപയോഗിക്കാൻ തുടങ്ങുക. ഈ അമ്മച്ചി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു ദിവ്യ സമാധാനം മനസ്സുണ്ടായി. അമ്മച്ചി തന്റെ സമയം കുറിച്ചു വെച്ചു. അടുത്ത പ്രഭാതത്തിൽ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്നത്, നമ്മുടെ ഇന്ന ഫ്ലൈറ്റ് ക്രാഷായി, അതിൽ വൈമാനികനായ ആൾ ഉൾപ്പെടെ മരിച്ചു കഴിഞ്ഞു, ശത്രുരാജ്യത്തിന് പിടിയിൽ പെട്ടുകഴിഞ്ഞു, അത് തകർന്ന് കത്തിപ്പോയി. അമ്മ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും റീകൺഫേം വാർത്ത. ഫ്ലൈറ്റിൽ നിന്നും പൈലറ്റ് പാരച്യൂട്ടിൽ അത്ഭുതകരമായി ചാടി രക്ഷപ്പെട്ടു. അദ്ദേഹം ശത്രുവിന്റെ കൈകളിൽ പെടാതെ നമ്മുടെ രാജ്യത്തിന്റെ ഗ്രൗണ്ടിലെത്തി. ഇന്ന സമയം അദ്ദേഹം എയർപോർട്ടിലെത്തുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഗവൺമെന്റ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. അമ്മ ഓടിച്ചെന്നു. എയർപോർട്ടിൽ നിന്ന് മകനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് കൊണ്ടുവരുമ്പോ
കരഞ്ഞ കണ്ണുകളോടെ അമ്മ ചോദിച്ചു, മോനെ ഇത് നടന്ന സമയം എപ്പോഴാ? അപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ രാത്രി 1:30 കഴിഞ്ഞപ്പോ ഞാൻ ആ ഫ്ലൈറ്റിൽ നിന്ന് പാരച്യൂട്ടിൽ മരണത്തിനും ജീവനും ഇടയ്ക്ക് താഴേക്ക് ചാടുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ രാത്രി 1:30 കഴിഞ്ഞപ്പോ എന്നെ അമിതമായ ഭാരം തട്ടി ഉണർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ നിയോഗം തന്നിരുന്നു. ഞാനിന്ന് രാത്രി പറയാം, ഏറ്റവും ലേറ്റസ്റ്റായ സാറ്റലൈറ്റ് ഫോണിനേക്കാൾ ശക്തമാണ് പ്രാർത്ഥിക്കാൻ നിന്റെ നാവിൽ തരുന്ന ആത്മീക അധികാരം. ഇരിക്കുന്ന മുറിക്കകത്ത് പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ നിയോഗം പ്രാപിക്കുക. ശത്രു ബന്ധിച്ച ബന്ധനങ്ങളെ തകർക്കാൻ നിന്റെ അകത്ത് ആത്മവ്യാപാരം വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. എന്തിന്? ഈ ദൈവദാസി ആ അനുഭവം പ്രാപിച്ചവളായിരുന്നു. രാത്രി ഞാൻ പറയട്ടെ, പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി. ആരാധന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവകരം ചലിക്കാൻ തുടങ്ങി. ലോകമേ, നിനക്ക് കാരാഗ്രഹമുണ്ടാക്കാം, എന്റെ ദാസന്മാരെ അതിനകത്ത് ബന്ധിക്കാം. എന്നാൽ എന്റെ ദാസന്മാർ ആരാധിക്കാൻ തുടങ്ങിയാൽ നീ ഉണ്ടാക്കിയ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം. വിശ്വസിക്കുന്ന എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഇന്ന് രാത്രി നിന്റെ സ്തോത്രവും ശബ്ദവും അന്തരീക്ഷത്തിലെ വനരോധനമല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാഭിഷേകത്തെ ബന്ധിക്കാൻ നിന്നെ ബന്ധിച്ചിരിക്കുന്ന കാരാഗ്രഹത്തിന് കഴിയുകയില്ല. ലോകമേ, നിനക്ക് ചങ്ങലയുണ്ടാക്കാം, അതിലെന്റെ ദാസന്മാരെ ബന്ധിക്കാം. എന്നാൽ നീ ഉണ്ടാക്കിയ ചങ്ങലെ അഴിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം. ലോകമേ, നിനക്ക് വാതിലുണ്ടാക്കാം, അത് ത്വാഴിവെച്ച് പൂട്ടാം. എന്നാൽ എന്റെ ജനം ആരാധിക്കാൻ തുടങ്ങിയാൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ എഴുന്നേറ്റാൽ നീ അടച്ച ബന്ധനത്തെ തുറക്കാൻ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണേ. കാരാഗ്രഹത്തിനകത്തേക്ക് അടിച്ച് തകർത്ത് കയറ്റുമ്പോ അടിമകളെ എന്ന പേരിൽ അസഭ്യം പറഞ്ഞാ കയറ്റിയത്. എന്നാൽ അർദ്ധരാത്രിയിലെ കാരാഗ്രഹത്തിനകത്തെ അതിശക്തമായ ഭൂകമ്പം വെളിപ്പെട്ടപ്പോൾ തടവിന്റെ അധികാരി വാളൂരി കഴുത്തിന് നേരെ വെച്ചു. അപ്പോൾ ഈ കർത്തൃദാസന്മാർ നിന്ന് വിളിച്ചു പറയുന്ന വാചകം ഈ രാത്രത്തെ സന്ദേശത്തിന്റെ കേന്ദ്ര ശബ്ദമായി അറിഞ്ഞുകൊള്ളുക. നിനക്ക് തന്നെ നീ ഒരു ദോഷവും ചെയ്യരുത്. ആത്മഹത്യയല്ല പ്രശ്നത്തിന്റെ പരിഹാരം, യേശുവാണ് പ്രശ്നത്തിന്റെ പരിഹാരം. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, അടിമകളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ചവിട്ടിക്കയറ്റിയവർ യജമാനന്മാരെ എന്ന് പറഞ്ഞ് കൈകൂപ്പി ആദരിക്കാൻ കഴിഞ്ഞതിന്റെ പുറകിൽ വെളിപ്പെട്ടത് ദൈവസാന്നിധ്യത്തിന്റെ വ്യാപാരമായിരുന്നു. ഇന്ന് രാത്രിയും പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചാൽ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തികൾ ഇവിടെ നിനക്ക് വേണ്ടി സംഭവിക്കും. അത് നാളെ രാത്രിയല്ല, വിശ്വസിക്കും, നിനക്ക് വേണ്ടി ഈ രാത്രി തന്നെ ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, അറബിക്കടലിൽ നിന്നും 1000 പാത്രങ്ങളിൽ ഇവിടെ വെള്ളം നിറച്ചു വെച്ചാൽ അതിനകത്തെ കെമിക്കലുകളുടെ അളവ് അറബിക്കടലിലെ വെള്ളത്തിന്റെ അതേ കെമിക്കലായിരിക്കും. ഒരു വലിയ കഷായപാത്രത്തിൽ നിന്നും നിരവധി കൊച്ചുകുപ്പികളിലേക്ക് കഷായം ഒഴിച്ചു വെച്ചാൽ ആ കഷായത്തിന്റെ ടേസ്റ്റ് മെയിൻ പാത്രത്തിലെ കഷായ ടേസ്റ്റ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കല്യാണിമുക്കിൽ ദൈവത്തെ ആരാധിക്കുന്ന പാരമ്പര്യത്തെയും പലതിനെയും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ച ദൈവവൈതലെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി പ്രോഷത്വത്തിന്റെ ശക്തിയല്ല, അത് സെഹിയോൻ മാളികമുറിയിൽ വ്യാപരിച്ച അതേ കഷായക്കലത്തിലെ ശക്തിയാണെങ്കിൽ ഇന്ന് രാത്രി അതിവിടെ പ്രവർത്തിച്ചു തുടങ്ങിയ അത് തന്നെ ഇന്ന് രാത്രി ഇവിടെ വിശ്വസിക്കുന്ന നിനക്കായി സംഭവിക്കും. കെ ഇ എബ്രഹാം എന്ന കർത്തൃദാസൻ നെടുങ്ങാടപ്പള്ളിയിൽ ഒരു കത്തോലിക്ക പുരോഹിതനോട് സംസാരിച്ചിട്ട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അടുത്തു നിൽക്കുന്ന മോശി എന്ന സാധുവായ സഹോദരൻ അന്യഭാഷ പറഞ്ഞു. ഈ സമയത്ത് ആ ബഹുമാനപ്പെട്ട പുരോഹിതൻ സാറവരോട് ചോദിച്ചു, അല്ല, കൂടെ കൊണ്ട് നടക്കുന്നവരെയൊക്കെ സുറിയാനി പഠിപ്പിക്കാറുണ്ടല്ലേ? അപ്പോൾ സാറവറുകൾ പറഞ്ഞു, പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കാണാത്ത ഈ പാവപ്പെട്ട സാധു മോശയ്ക്കുണ്ടോ സുറിയാനി? പക്ഷേ അദ്ദേഹം പറഞ്ഞ വാചകം, സാറേ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് സുറിയാനിയിൽ സംസാരിക്കുകയായിരുന്നു. മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ലൂയിസ് എന്ന ഒരു സഹോദരിമാരുടെ യോഗത്ത് കുമ്മനാട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെട്ടിപ്പുറങ്കാരി ഒരു മറിയാമ്മ എന്ന സഹോദരിയുടെ നാവിൽ ഉയർന്ന അന്യഭാഷ കൊണ്ട് ഇംഗ്ലീഷിൽ ലൂയിസിനോട് അന്യഭാഷ പറഞ്ഞ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരു തീരുമാന രംഗത്തേക്ക് വന്ന അനുഭവം ഓർക്കുമ്പോൾ
അനുഭവം പ്രാപിച്ച ദൈവമക്കളുടെ 1000 തെളിവെടുത്ത് നിരത്താൻ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അനുഭവിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവഹിതത്തിനായി ഈ രാത്രി കണ്ണുയർത്തട്ടെ. ദൈവാലോചനയ്ക്ക് വേണ്ടി ചെവി കൊടുക്കാത്ത നിന്റെ യാത്ര അനർത്ഥത്തിൽ നിന്ന് അനർത്ഥത്തിലേക്കുള്ള യാത്രയാണ്. സ്വന്തം ചിന്തകളുടെ കരുക്കൂട്ടലുകളിലൂടെ കണക്കുകൂട്ടി മുൻപോട്ട് പോകാം എന്നാണ് ധാരണയെങ്കിൽ, കുഞ്ഞേ, നീ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും. എന്നാൽ ഇന്ന് രാത്രി കർത്താവേ, എന്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം മതി, നിന്റെ നിയോഗം മതി എന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? എത്ര ദൈവമക്കൾ രാത്രിയുണ്ട്? കർത്താവേ, എന്റെ കൊതി വേണ്ട, നിന്റെ ഹിതം മതി. ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ രാത്രി ഇതിനകത്ത് ചില വ്യക്തികൾക്ക് നേരെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ തകർന്ന ഹൃദയത്തോടും നനഞ്ഞൊഴുകുന്ന കണ്ണുകളോടും ശബ്ദം ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ കൊതിയൊന്നും വേണ്ട, എന്റെ ദൈവത്തിന്റെ ഹിതം ഇന്ന് രാത്രി എനിക്കറിയണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന കസേരകളിൽ ഇരുന്ന് ശബ്ദം ഉയർത്തി കർത്താവിനോട് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില മിനിറ്റുകൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു യുവ സഹോദരന്റെ കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം തന്റെ കുഞ്ഞുമായി ബാങ്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് ഡൈനിങ് ടേബിളിൽ കുഞ്ഞ് കയറി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മുറിയിലുണ്ട്. നടന്ന സംഭവമാണ്. ഒടുവിൽ ഈ മകൻ പെട്ടെന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് കാല് തെറ്റി ഈ 4 വയസ്സുകാരൻ തെറിച്ച് തറയിലേക്ക് വീണു. നെറ്റിയടിച്ച് തൽക്ഷണം മരിച്ചു. ഡെഡ് ബോഡിയിൽ കെട്ടിപ്പിടിച്ച് കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടവും പോലീസ് സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞു. ശവസംസ്കാരം കഴിഞ്ഞു. ശവസംസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്തിനോടൊപ്പം ഇദ്ദേഹം വണ്ടിയിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീടിന്റെ മുൻപിൽ അംബാസഡർ കാർ നിർത്തി ഇദ്ദേഹവും ഈ സ്നേഹിതനും കൂടെ മുറിക്കകത്തോട്ട് കയറി. സെമിട്രിയിൽ നിന്ന് ആദ്യമായി വരുന്ന വണ്ടിയാണ്. പക്ഷെ അകത്തോട്ട് കയറുകയും തന്റെ ബെഡ്റൂമിന്റെ കതക് വലിച്ചങ്ങോട്ട് തുറന്ന് തിരിച്ച് ദൈവത്തോടുള്ള പക തീർക്കാൻ തിരിച്ച് വലിച്ചടച്ചിട്ട് മുറിക്കകത്തോട്ട് കയറി കവിണ് വീണ് അലറി കരയുകയാണ്. ഈ സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ഇത്ര കൊടും ക്രൂരനായി പോയല്ലോ. എന്റെ ഏക പൈതലിനെ, ഒരു കുഞ്ഞിനൂടെ ജന്മം നൽകാൻ എന്റെ ഭാര്യയുടെ ശരീരാവസ്ഥ യോഗ്യമല്ലാതിരിക്കുമ്പോ ഞങ്ങളുടെ ദാമ്പത്യത്തിൽ കിട്ടിയ ഏക പൈതലിനെ നിഷ്കരുണം നീ അടർത്തി മാറ്റിയല്ലോ. ഇത്ര ക്രൂരനായി പോയല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് കിടക്കുന്ന കിടപ്പിൽ ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. കൺമുൻപിൽ യേശു വന്ന് നിൽക്കുന്നു. യേശു അവനോട് പറയുന്നു, മോനെ, നിന്റെ ടീനേജ് പ്രായത്തിൽ ഒരു 13-ാം വയസ്സിൽ ആ കൊച്ചു വീട്ടു പ്രാർത്ഥനയിൽ 2 കൈകളും ഉയർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ എനിക്ക് വേണ്ടി ഒരു മിഷനറിയാകാൻ നീ നിന്നെ സമർപ്പിച്ചു. കാലത്തിന്റെ കടന്നുപോക്കിൽ എടുത്ത തീരുമാനം നീ ബോധപൂർവം മറന്നു. നിന്റെ യൗവനത്തിലേക്ക് കയറിയപ്പോ ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയുമായി വന്ന വിവാഹാലോചനയ്ക്ക് നീ കൈകൊടുത്ത് നീയും ഒരു ബാങ്ക് ജീവനക്കാരനായി മാറി. പലവട്ടം ഞാൻ നിന്നെ ആദ്യ തീരുമാനത്തിലേക്ക് വിളിച്ചു. അവിടെയെല്ലാം നീ എന്റെ കൈ തട്ടി മാറ്റി. ഇപ്പോൾ നിന്റെ വിലയേറിയതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് നിന്നെ ഒന്നുകൂടെ ഞാൻ വിളിക്കുന്നു. ആ പ്രിയ സഹോദരൻ ഇങ്ങനെ കുറിച്ചു, ആദ്യ സമയം തന്നെ എടുത്ത തീരുമാനത്തിൽ ചുവട് വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഞാൻ കരയേണ്ടി വരികയില്ലായിരുന്നു. ഈ ദൂത് ഈ പുൾപിറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് ശിരസിനോടുള്ള ബന്ധം പോലെയാണ് യേശുവിനോടുള്ള നിന്റെ ബന്ധം. ഏൽപ്പിച്ചു കൊടുക്കാൻ നിയോഗമേറ്റെടുക്കുമെങ്കിൽ അധികം കരയേണ്ടി വരികയില്ല. എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ, എനിക്കറിയേണ്ടതിന് ജഡത്തിന്റെ കൊതിയല്ല, എന്റെ ദൈവത്തിന്റെ ഹിതമാണെന്ന് ആഗ്രഹിക്കുന്നവർ ആ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ സഹോദരങ്ങളുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ നോക്കണ്ട, ഒരുപോലെ ആ കരമുയർത്തിയവർ ദിവസം എഴുന്നേറ്റി. ഗ്ലോറി, ഹല്ലേലൂയ. ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഈ രാത്രിയിൽ മനസ്സിൽ ഉയരുന്ന നിരവധി ചാഞ്ചല്യങ്ങളുടെ ചോദ്യങ്ങൾ ഉള്ളിലുണ്ട്.
ഉയരുന്ന നിയോഗങ്ങളെക്കുറിച്ചുള്ള ദൈവശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹവും ഹൃദയത്തിനുണ്ട്. എന്നാൽ ഈ രാത്രി ആ ഉയർന്ന കരങ്ങളോടെ ഒരു നിമിഷം നിൽക്കുന്ന നിൽപ്പിൽ ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഏറ്റവും പുറകിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ മുതൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സഹോദരങ്ങൾ വരെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. വേദിയിൽ നിൽക്കുന്ന കർത്തൃദാസന്മാർ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥന ഉയർത്തട്ടെ, പ്രാർത്ഥന ഉയർത്തട്ടെ. ദ്രവത്വമില്ലാത്ത ഒരു കരം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് ഈ കോമ്പൗണ്ടിൽ നിന്നെ പിടിക്കുന്ന രാത്രിയാണ്. ജീവിതത്തിൽ കടിഞ്ഞാണ് പൊട്ടിയ ഒരു കാട്ടുകുതിരയെ പോലെ മോഹങ്ങളുടെ വഴിക്ക് കുതിച്ചു പായുകയാണ് ഭാവമെങ്കിൽ കൈപ്പോടെ കരയുന്ന ദിവസങ്ങൾ കൺമുൻപിലുണ്ടെന്ന് ഗ്രഹിച്ചുകൊണ്ട് എന്റെ കർത്താവേ, എനിക്ക് അടുത്ത ചുവട് വെക്കുന്നതിന് മുൻപ് എനിക്ക് എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതമറിയണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി പ്രാർത്ഥിച്ചാണ്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. അഭിഷിക്തൻ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. കൈവച്ച് ഇന്ന് രാത്രി ദൂത് പറയുന്നില്ലെങ്കിലും ഇതിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികളോട് എന്റെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി ഒരു ആലോചന വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. കുഞ്ഞെ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ എത്തി നിൽക്കുന്ന വേദനയ്ക്ക് നടുവിൽ നിലവിളിയോടെ ദൈവത്തെ പഴിപറയാതെ, കർത്താവേ എന്റെ കൊതി വേണ്ട കർത്താവേ, നിന്റെ ഹിതം മതിയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ കരം ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നാവുകളുടെ പ്രാർത്ഥന ഉയരട്ടെ. അപ്പാ എന്നിന്ന് രാത്രി നിലവിളിച്ചുയരുന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന നിൽപ്പിൽ ശബ്ദമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനം തൊട്ടു മുൻപിൽ പോലീസ് സിഗ്നൽ കാണിച്ചാൽ സ്റ്റോപ്പ്, ബ്രേക്ക് ചവിട്ടുമെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവന്റെ മുൻപിൽ ഒരു ചുവപ്പ് സിഗ്നൽ കാണിക്കുന്നു. ഈ പോകുന്ന അനർത്ഥത്തിലേക്കാണ്, ഈ പോകുന്ന യാത്ര അപകടത്തിലേക്കാണ്. ചില ദുരന്തങ്ങൾ നിന്റെ കുടുംബത്തിന് മുൻപിൽ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ മുഴങ്ങുന്ന ദൂതിലൂടെ ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടി പറയുന്നു. അനർത്ഥം ഒഴിവാക്കാൻ ദൈവശബ്ദത്തിനായി ചെവിതിരിക്കുക. അക്കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ, കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാത്രി, ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് അന്ധകരണത്തിൽ വിലക്കിയതുപോലെ, വിതുന്നയ്ക്ക് കടന്നു പോകുവാൻ സമ്മതിക്കാഞ്ഞതുപോലെ, ജീവിതത്തിൽ കൈപ്പേറിയത് വന്നാലും അവസാനം ദൈവഹിതം വെളിപ്പെടുത്തത്തക്ക വിധം ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുമ്പോൾ, കർത്താവേ ഈ രാത്രി എന്റെ ദ്രവത്വമുള്ള കരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. അടുത്ത ചുവടെവിടെ എനിക്ക് വയ്ക്കുന്നതിന് മുൻപ് എനിക്ക് അങ്ങയുടെ ഹിതം അറിയണം എന്ന് പറഞ്ഞു വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയരട്ടെ. ഓ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അപ്പനെന്ന് മക്കൾ വഴിതെറ്റിപ്പോകാം, ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മുറിഞ്ഞു നീങ്ങാം, മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പുകൾ അറ്റുവീഴാം. എന്നാൽ യേശുവിന്റെ കൈകളിൽ കൊടുക്കുന്ന ഒരു കൈ ഇവിടെയുണ്ടോ? നിന്റെ കൈയെ ഭേദിക്കാൻ ഒരിക്കലും പിശാചിന് കഴിയുകയില്ല. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ താണിരിക്കും. നിന്നിഷ്ടം പോലെ മാറ്റണമേ, നിന്നിഷ്ടം പോലെ ആകണമേ എന്നുള്ള നീറും വേളകളിൽ ഇന്ന് രാത്രി ഗായക സംഘത്തോട് ചേർന്ന് ആ കരങ്ങൾ രണ്ടും കർത്താവിലേക്ക് എത്രത്തോളം ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥനയുടെ ചങ്കിൽ കനലരിയുന്ന വേദനയോടെ കർത്താവിനോട് പാടി പ്രാർത്ഥിച്ചാട്ടെ. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ സന്നിധേ
പ്രാർത്ഥിക്കട്ടെ. നിൻ വചനമാ തണ്ണീരിനാ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക. നിന്നിഷ്ടം ദേവാ കരമുയർത്തിപ്പിടിച്ചിരട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ. ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ടവർക്ക് ശ്രദ്ധിച്ചാട്ടെ. ഈ രാത്രി ഇവിടെ മുഴങ്ങിയ ദൈവാലോചനയോട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രതികരിക്കാം. ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ്. ഒരിക്കൽ ബില്ലി ഗ്രഹാമിന്റെ ഒരു സുവിശേഷ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടു മുൻപിൽ കൂടി മദാമ്മ ഒരു കാറിൽ യാത്ര ചെയ്യുന്നു. കാർ അവിടെ ചവിട്ടി ഗ്ലാസ് ഒന്ന് താഴ്ത്തി 2-3 മിനിറ്റ് വചനം കേട്ടു. പെട്ടെന്ന് അവർ പോക്കറ്റിൽ നിന്ന് ഡയറി എടുത്ത് ഇങ്ങനെ എഴുതി, ഈ യേശുവിനെ എനിക്ക് വേണം. കല്ലറ വരെ കൈപിടിച്ച് നടത്താനും കല്ലറയ്ക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുവാനും കഴിവുള്ള ഈ യേശുവിനെ എനിക്ക് വേണം. അടുത്ത് അവരെഴുതി, ഇന്ന് ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ഇന്ന് കണ്ടിട്ട് നാളെ മുതൽ യേശുവിനായി ജീവിച്ചു കൊള്ളാം. നിങ്ങൾക്കറിയാമോ, അടുത്തത് മിനിറ്റ് പോയത് ഒരു ട്രക്കിന് കീഴിലേക്കാണ്. ആ തകർന്ന വണ്ടിക്കകത്ത് നിന്നും ആ മദാമ്മയുടെ ബോഡി പോലീസുകാർ വലിച്ചെടുക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് വീണ ആ ഡയറി എടുത്ത് പോലീസുകാർ വായിച്ചു. 5 മിനിറ്റ് മുമ്പ് എഴുതിയ കുറിപ്പ്, ഈ യേശുവിനെ എനിക്ക് വേണം. ഇന്ന് ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. നാളെ മുതൽ ജീവിച്ചു കൊള്ളാം. പക്ഷേ അതിപ്പോൾ മുതലെന്നായിരുന്നെങ്കിൽ. ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ എന്റെ കൂടപ്പിറപ്പേ നിന്നോട് പറയുന്നു, ഈ യാത്ര അനർത്ഥത്തിലേക്കാണ്. കള്ളും കഞ്ചാവും മദ്യപാനവും തട്ടിപ്പുമായി ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതിന്റെ യാത്ര അനർത്ഥത്തിലേക്കാണ്. ഈ രാത്രി യേശുവിനായി കൈകൊടുക്കുക, അവന്റെ ഹിതത്തിനായി സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. ദൈവാലോചനയ്ക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് നിർത്തുന്നു. കല്യാണിമുക്കിൽ മുഴങ്ങുന്ന ഈ വചനം വീണ്ടും ആത്മാക്കളുടെ വിടുതലിനായി മുഴങ്ങട്ടെ. പ്രിയ ജോസ്റ്റാന്റെ കരങ്ങൾ കർത്താവ് കരുത്ത് പകരട്ടെ. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ കൈമാറുന്നു. ഈ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ കരം ഇറങ്ങിപ്പിടിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ കരങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദിവസം ഇരിക്കാം.